സുജ മാതാജി. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നല്ല കഥ കേൾക്കാം നമുക്ക്. ഓക്കെ, നമ്മള് സ്കന്ദപുരാണത്തിലെ സംഭവ കാണ്ഡമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുൻപേ സൂപ്പർ പുഷ്പാമേ അതിനു മുൻപേ ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 മഞ്ജരീസിൽ നമുക്ക് മെയിൽസിനും ഫീമെയിൽസിനുമായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻസ് ഓൺലി ആയിരിക്കും. ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് കൂടുതൽ ഹൈന്ദവത്തെ കുറിച്ചുള്ള കൂടുതൽ എന്താ പറയാ കാര്യങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. ഞാൻ ഇൻഫോം ചെയ്യാം സുഷ മാതാജി, ഉറപ്പായിട്ടും ഞാൻ വാട്സപ്പ് ചെയ്തുതരാം. അപ്പം കൂടുതൽ ഹൈന്ദവ കാര്യങ്ങളെ കുറിച്ചും ഓരോരോ ക്ഷേത്രങ്ങളെ കുറിച്ചും നമുക്ക് നല്ല മോട്ടിവേഷൻ, അങ്ങനെയുള്ള ഒരുപാട് നല്ല മെസ്സേജുകൾ വരുന്നുണ്ട്. ഗ്രൂപ്പ് അഡ്മിൻസ് ഓൺലി ആണ്. നമ്മൾ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. ഉച്ചപൂജ അലങ്കാരം മാത്രമേ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് ഫോണിന്റെ സ്പേസിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പൊ ആർക്കെങ്കിലും ഗുരുവായൂർ മഞ്ജരീസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ദയവായി നമ്മുടെ 93424941 എന്ന നമ്പറിലേക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. ഇനി നമ്പർ കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നമ്മുടെ നമ്പർ കിടക്കുന്നുണ്ട്, അതിൽ നിന്ന് എടുക്കുക. അപ്പൊ പറഞ്ഞ് എനിക്ക് തന്നെ തെറ്റിപ്പോകുന്ന അവസ്ഥയായി. അപ്പൊ അതിലേക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് നൽകുക. ഉടനെ ചിലപ്പോൾ റിപ്ലൈ കിട്ടില്ല, എങ്കിലും വൈകാതെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഞായറാഴ്ചകളിൽ കുട്ടികൾക്ക് ഗുരുകുല ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ 2 ആഴ്ച ഞാൻ എടുത്തിട്ടില്ല, വർക്കുള്ളത് കൊണ്ട്. അല്ലാതെ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ തികച്ചും ഫ്രീ ആണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് മറ്റുള്ള എല്ലാം നമുക്ക് മഞ്ജരീസിൽ തികച്ചും ഫ്രീ ആണ്. ഓക്കെ. ഉഷ മാതാജി നമസ്തേ. ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് അല്ലേ? എന്തോ ഒരു ഇതിന്റെ സംഭവം ഞാൻ നോക്കാൻ പറ്റിയില്ല, ആ സമയത്ത് സ്റ്റുഡിയോയിലായിരുന്നു. ഞാൻ നോക്കാട്ടോ. അപ്പം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും എല്ലാം കിച്ചൂട്ടൻ തരട്ടെ. ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചിട്ട്, ഇന്ന് അനുഭവിച്ച എല്ലാ ടെൻഷൻസും നാളെ അനുഭവിക്കാനിരിക്കുന്ന പ്രശ്നങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് നമുക്കൊരു മണിക്കൂർ ഭഗവാന്റെ കഥ കേൾക്കാം. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജീവിതത്തിലേക്ക് പകർത്താം. കുറച്ചു നേരം റെഡിയാണോ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചല്ലേ? അപ്പൊ നമുക്ക് സ്കന്ദപുരാണത്തില് എന്താണ് സംഭവകാണ്ഡത്തെ കുറിച്ച് പഠിക്കാം. സ്കന്ദപുരാണത്തിൽ നമ്മള് സംഭവകാണ്ഡം എന്നുള്ള ഇതില് അടുത്തത് പഠിക്കാൻ പോകുന്നത് മഹാമേരു പർവം എന്നാണ്. മഹാമേരു പർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശിവപാദ ലബ്ധിക്കായി നമ്മൾ പഠിച്ചു. ശ്രീ പാർവതി ദേവി ഹിമവാന്റെ മകളായിട്ട് ജന്മമെടുത്തിട്ട് 5 വയസ്സായപ്പോ ദേവി എന്ത് ചെയ്തു തുടങ്ങി? തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി. അങ്ങനെ ശിവഭഗവാന്റെ പാദലബ്ധിക്കായി, ആ ഒരു വാക്ക് ശരിക്ക് കേട്ടു നോക്കണം, ശിവഭഗവാനെ ലഭിക്കാൻ എന്നല്ല, ശിവഭഗവാന്റെ പാദലബ്ധിക്കായിട്ട്, തീർച്ചയായിട്ടും പാദലബ്ധിക്കായിട്ട് തപസ് അനുഷ്ഠിച്ചു വരികയാണ് ആര്? ശ്രീ പാർവതി ദേവി. അങ്ങനെ ആ സമയത്ത് പാർവതി ദേവി തപസ് അനുഷ്ഠിക്കുന്ന സമയത്ത്, ആ കാലത്ത് അസുര ചക്രവർത്തിയായിരിക്കുന്ന ശൂരപത്മാസുരൻ അദ്ദേഹത്തിന്റെ തപസ്സുകൊണ്ട് നേടിയ ഒരു ഫലമുണ്ട്. ആ ഫലം കൊണ്ട് എന്താ ചെയ്തത്? എല്ലാ സ്ഥലങ്ങളും വെട്ടിപ്പിടിക്കുക മാത്രമല്ല, സർവാധികാര സിദ്ധിയിൽ എല്ലാം നേടിയെടുത്ത ആ ഒരു അഹങ്കാരത്തിന്റെ ബലത്തില് അഹങ്കാരിയായി തീർന്ന ശൂരപത്മാസുരൻ ദേവന്മാരെയൊക്കെ അവരുടെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ട്, അവരുടെ സ്ഥാനങ്ങളൊക്കെ തട്ടിപ്പറിച്ചിട്ട്, അവരെ ഒരു മനസ്സാക്ഷി ഇല്ലാതെ ഉപദ്രവിച്ചിട്ട്, മഹർഷിമാരുടെ തപസ്സൊക്കെ മുടക്കി അസുരൻ എന്ത് ചെയ്തു? യാഗങ്ങളെല്ലാം ഭംഗം വരുത്തി. അത്രയും ധിക്കാരിയായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് ആ അസുരൻ, ശൂരപത്മാസുരൻ. ആ സമയത്താണ് പാർവതി ദേവി എന്ത് ചെയ്യുന്നത്? ഭഗവാന്റെ പാദലബ്ധിക്കായിട്ട്, മഹാദേവന്റെ പാദലബ്ധിക്കായിട്ട് തപസ് അനുഷ്ഠിക്കുന്നത്. നെറ്റ് കട്ടായതാണേ. സുഖദുഃഖാദികൾക്കും അതീതനായിരിക്കുന്ന ഭഗവാൻ, അതായത് സുഖങ്ങളുടെയും ദുഃഖങ്ങളുടെയും എല്ലാം അതീതൻ, മുകളിലാണ് അദ്ദേഹം. അതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. അതീതനായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ ജ്ഞാനമൂർത്തിയാണ്. അദ്ദേഹം ഭയങ്കര ജ്ഞാനിയാണ് അല്ലെ? ഭഗവാനുള്ള ജ്ഞാനം എന്ന് പറയുന്നത് നമുക്കൊന്നും വിവരിക്കാൻ പറ്റില്ല. എക്കാലത്തും ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും
അദ്ദേഹം പ്രശാന്തനായി സ്ഥിതി ചെയ്യും. അതാണ് മഹാദേവന്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ധ്യാനത്തില് ഒരു നല്ല പ്രശാന്ത മനോഭാവത്തോടുകൂടി മഹാദേവൻ ഇരിക്കും. അതില് ശ്രീ ഗംഗാധരൻ അദ്വീതനാണെന്നാ പറയുന്നത്. മഹാദേവനെയാണ് ശ്രീ ഗംഗാധരൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹം ഏത് കാലത്തും ഏത് സാഹചര്യത്തിലും എപ്പോഴും പ്രശാന്ത മുഖത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. കൈലാസാദ്രിയിലെ പേരാൽ മര വൃക്ഷച്ചുവട്ടിൽ, പേരാൽ മരം എല്ലാവർക്കും അറിയില്ല, അത്തി ഇത്തി അരയാല് പേരാലൊക്കെ അറിയില്ലേ, അങ്ങനെയുള്ള കൈലാസത്തിലെ പേരാൽ മരത്തിന്റെ ചുവട്ടില് ദക്ഷിണ ഭാഗത്തോട്ട് നോക്കിക്കൊണ്ട് മഹാദേവൻ എന്താ ചെയ്തത്? ശാന്ത ഗംഭീര സ്വരൂപനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ശാന്തനാണ്, ഗംഭീരനായിട്ടിരിക്കുന്ന ഒരു സ്വരൂപമാണ് അദ്ദേഹത്തിൻ്റെത്. മഹാദേവൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശിവക്ഷേത്രങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് ശിവലിംഗങ്ങൾ പല ഭാഗങ്ങളിലേക്കായിട്ട് ഇങ്ങനെ എന്താ പറയാ, പല ഭാഗങ്ങളിലേക്കും ദർശനമായിട്ട് പ്രതിഷ്ഠിക്കും. ശിവക്ഷേത്രത്തിൽ നോക്കിയാൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പല 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 സ്ഥലത്തായിട്ട് ശിവലിംഗങ്ങൾ പല പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ക്ഷേത്ര കവാടങ്ങളിൽ ദിക്കുകൾ കാട്ടുന്ന യന്ത്രത്തെ പോലെ എന്നാ ഇവിടെ പറയുന്നത്. ദിക്കുകൾ കാണിക്കുന്ന യന്ത്രത്തെ പോലെ ദക്ഷിണാമൂർത്തി, അതായത് മഹാദേവൻ പ്രകാശ ഗോപുരത്തിൽ തന്നെ, ഏറ്റവും വലിയ ഗോപുരത്തിൽ തന്നെ ഒരു മാർഗദർശി എന്നതുപോലെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. മഹാദേവനെ ഒരു മാർഗദർശിയായിട്ട് തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം പ്രകാശം നൽകുന്ന മാർഗദർശിയാണ് മഹാദേവൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, മഹാഭാരതത്തിലോ എവിടേക്കോ പഠിച്ചിട്ടുണ്ട്. സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ, 4 പേര് കേട്ടോ. അങ്ങനെ പേരുള്ള മഹർഷി കുമാരന്മാർ ബ്രഹ്മാത്മജന്മാരാണ്. ബ്രഹ്മദേവന്റെ മക്കളാണ് ഈ 4 പേര്. സനകാദി മഹർഷിമാരെന്ന നാമധേയത്തിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. സനകാദി മഹർഷിമാർ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ, ഇവര് സനകാദി മഹർഷിമാരെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവര് 4 പേരും വേദശാസ്ത്രങ്ങൾ അരച്ച് കലക്കി കുടിച്ച ആൾക്കാരാണ്. വേദശാസ്ത്രങ്ങളിൽ അത്രയ്ക്ക് അറിവ് ലഭിച്ച ആൾക്കാരാണ്. അവർ ആഗ്രഹിച്ചു പോന്നിരുന്ന ഹൃദയ സമാധാനം, അവർക്കൊരു ഹൃദയത്തിനൊരു സമാധാനം ലഭിക്കണം എന്ന് അവർ ആഗ്രഹിച്ചു വന്നു. അവരാഗ്രഹിക്കുന്ന ഒരു ഹൃദയ സമാധാനമുണ്ട്. ആ സമാധാനം ലഭിക്കാത്തത് കൊണ്ട് അവർ ഒട്ടും ഒരു സന്തുഷ്ടരായിരുന്നില്ല. അവരേതോ തരത്തിൽ ഒരു സമാധാനം ആഗ്രഹിച്ച മഹർഷിമാരാണ്. പക്ഷെ അവർ ആഗ്രഹിച്ച മനസമാധാനം അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു സന്തുഷ്ടി ഉണ്ടായിരുന്നില്ല. യോഗനിലയിൽ കൂടി ലോകസഞ്ചാരം നേടിയെടുക്കാമെന്ന് കരുതിയിരുന്ന സമാധാനം അവരെന്താ വിചാരിച്ചത്? കുറെ യോഗസിദ്ധിയിലൂടെയൊക്കെ ഈ സമാധാനം നേടിയെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്രാപ്തമാണ് അത് എന്ന് അവർക്ക് പിന്നീട് തിരിച്ചറിഞ്ഞു. അവർ മനസ്സിലാക്കി അങ്ങനെ ഒരു ഇതിലൂടെ അവർക്ക് ആ ഒരു സന്തുഷ്ടമായിരിക്കുന്ന ഒരു സമാധാനം ലഭിക്കില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. അവസാനം അവരെന്ത് ചെയ്തു? അങ്ങനെ ഒരു സമാധാനം ആഗ്രഹിച്ചിട്ട് അവരെവിടെയാ പോയതെന്നറിയോ? കൈലാസത്തിലേക്ക് പോയി. ആരൊക്കെ? സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്ന് പറയുന്ന 4 ബ്രഹ്മദേവന്റെ മക്കളും കൂടി എന്താ പറയാ, നേരെ എവിടെ ചെന്നു? നമ്മുടെ കൈലാസത്തിൽ ചെന്നു. ശിവസന്നിധാനത്തിലേക്കുള്ള, ഭഗവാന്റെ സന്നിധാനത്തിലേക്കുള്ള പ്രധാന വാതിൽക്കലെത്തിയപ്പോ സനകാദി യോഗികൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, അവരെ പറയുന്ന പേരാണ് സനകാദി യോഗികള്. കൈലാസത്തിന്റെ വാതിൽക്കൽ എത്തിയപ്പോ ശിവമന്ത്രോച്ചാരണത്തിൽ കൂടി, മഹാദേവന്റെ മന്ത്രത്തിന്റെ ഉച്ചാരണത്തിൽ കൂടി നന്ദികേശ്വര സ്വാമിയെ സംപ്രീതനാക്കി. ഇപ്പോ ജയ് സീതാറാം ജയ് സീതാറാം എന്ന് ജപിക്കുമ്പോ ആഞ്ജനേയ സ്വാമി ഹാപ്പി ആവും അല്ലെ? അതേപോലെ മഹാദേവന്റെ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നന്ദീശ്വരൻ ഹാപ്പി ആവും. അങ്ങനെ നന്ദികേശ്വര സ്വാമിയെ സംപ്രീതനാക്കിയിട്ട് എന്താ ചെയ്തത്? മഹാദേവനെ കാണാനുള്ള അനുമതി വാങ്ങിച്ചു. ഈ 4 പേരും കൂടി അനുമതി വാങ്ങിച്ചു. ജ്ഞാനനായകനായിരിക്കുന്ന ഗംഗാധരൻ, അതായത് മഹാദേവൻ, മൗന ഗാംഭീര്യത്തോടുകൂടി, അദ്ദേഹം മൗനം അവലംബിച്ചിരിക്കുകയാണ്. മൗന ഗാംഭീര്യത്തോടുകൂടി പേരാൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ, അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ടാണല്ലോ ധ്യാനിക്കുന്നത്. ആ പേരാൽ വൃക്ഷത്തിന്റെ ചുവട്ടില് ശാന്തനായിട്ട് ഇരിക്കുന്ന ആ ഒരു കാഴ്ച ആര് കണ്ടു? സനകാദി മുനിമാർ കണ്ടു. ആ ഒരു അപൂർവ ദർശനത്തിൽ മഹാദേവൻ ആ ഒരു ശാന്ത ഗംഭീരമായിട്ടിരിക്കുന്ന പേരാൽ മരത്തിന്റെ ചുവട്ടിൽ ആ ശാന്തിയോടുകൂടി നല്ല ഗാംഭീര്യത്തോടു കൂടിയിരിക്കുന്ന ആ കാഴ്ച കണ്ടപ്പോ, ആ ഒരു അപൂർവ ദർശനം ഇവർക്ക് കിട്ടിയപ്പോ ഹർഷപുളകിതരായിപ്പോയി അവര്. അവർക്ക് അങ്ങോട്ടേക്ക് ആ ഒരു, നമ്മളാണിപ്പോ മഹാദേവനെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ? അതേപോലെ അവര് സന്തോഷം കൊണ്ട് അങ്ങ് തുടിച്ചു എന്നാ പറയുന്നത്. തുടിച്ചിട്ട് അവരെന്താ ചെയ്തത്? ഹര ഹര മഹാദേവ്, ഹര ഹര മഹാദേവ് എന്ന് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു.
സനകാദി മഹർഷിമാർ ജ്ഞാനികളായിരുന്നുവെങ്കിലും അവർക്ക് നല്ല ജ്ഞാനമുണ്ട് എങ്കിൽ കൂടിയും സർവജ്ഞാനിയായിരിക്കുന്ന ശ്രീ പരമേശ്വരനോട് എന്താണ് ചോദിക്കേണ്ടത്, എന്താണ് പറയേണ്ടതെന്നറിയാതെ ആശയക്കുഴപ്പത്തിലായി. അപ്പോ നമ്മളിപ്പോ ഗുരുവായൂരമ്പലത്തിന്റെ നടയിലെത്തി കഴിഞ്ഞാൽ അതുവരെ നമ്മൾ പറയാൻ ഒരുപാട് ഭാണ്ഡക്കെട്ടുമായിട്ടാ പോവാ. പക്ഷെ അവിടെ ചെന്ന് ഭഗവാനെ കണ്ടു കഴിഞ്ഞാലോ ഒന്നും പറയാൻ കഴിയില്ല. നമ്മുടെ കണ്ണിന്ന് ധാരധാരയായിട്ട് ഇങ്ങനെ കണ്ണുനീര് വരും അല്ലെ. നമുക്കൊന്നും പറയാനുള്ള ഒരു ഒന്നും കിട്ടില്ല. നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയി പോകും. അതേപോലെ എന്താണ് പറയേണ്ടത്, എന്താണ് ചോദിക്കേണ്ടത് എന്നൊരു ആശയക്കുഴപ്പമായി പോയി സനകാദി കുമാരന്മാർക്ക്. സംശയം തീർക്കാനോ സഹായത്തിനാണോ നമ്മൾ വന്നത്, സമീപിക്കേണ്ടത്, എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താ ചോദിക്കേണ്ടത് എന്നൊക്കെ ചിന്തിച്ച് ആകെപ്പാടെ പറയാൻ വന്നതെല്ലാം മറന്നു പോയിട്ട് പറയാൻ വാക്കുകൾ കിട്ടാതെ ആശയക്കുഴപ്പത്തിലേക്കായിപ്പോയി ഇവര്. യഥാർത്ഥ ഭക്തർ എപ്പോഴും അങ്ങനെയാണ്. ഭഗവാനെ, ഈശ്വരന്റെ ദർശനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയണം ഏത് പറയണം എന്നറിയാത്തൊരവസ്ഥയായിപ്പോ. അങ്ങനെയുള്ള ഒരു അവസ്ഥ, അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ പരമേശ്വര ഭഗവാനെ കണ്ടപ്പോ സനകാദി മഹർഷിമാർക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. വാക്കുകൾ കിട്ടാതെ നാവ് അങ്ങട് കുഴങ്ങിപ്പോയി. അത് മാത്രമല്ല, ഈശ്വരന്റെ ആ ഒരു ദിവ്യ ദർശനത്തില് സനകാദി മുനിമാര് രോമാഞ്ച കഞ്ചുകിതരായിപ്പോയി. അവർക്ക് സന്തോഷം കൊണ്ട് ഇങ്ങനെ രോമാഞ്ചം ഉണ്ടായിപ്പോയി. അവർക്ക് സച്ചിന്മയ സന്നിധിയിൽ തൊഴുകൈയോടെ നിന്ന മഹർഷിമാരുടെ നയനങ്ങൾ, ഭഗവാന്റെ സന്നിധിയില് തൊഴുകൈയോടെ ഇങ്ങനെ നിന്ന ആ മഹർഷിമാരുടെ കണ്ണിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഇങ്ങനെ വർഷിക്കുകയാണ്. കണ്ണുനീരിങ്ങനെ പോവാണ് അവർക്ക്. അഗ്നിസാമീപ്യം ലഭിച്ച മെഴുകുപോലെ മനസ്സുരുകിയ സനകാദി മഹർഷിമാർ, അതായത് അഗ്നിസാമീപ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഴുകുതിരി കൊണ്ടുപോയിട്ട് ഒരു തീയുടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഉരുകി 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 ഇല്ലാതാവും അല്ലെ. അതേപോലെ ആയിപ്പോയി ഈ സനകാദി മഹർഷിമാരുടെ മനസ്സ്. ആ മനസ്സുരുകിയ മഹർഷിമാർ ഹര ഹര മഹാദേവ ഹര ഹര മഹാദേവ എന്നിങ്ങനെ ഈശ്വരനാമം ഉറക്കെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷിപ്രപ്രസാദിയായിരിക്കുന്ന കൈലാസനാഥൻ, പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രസാദിക്കല്ലോ, അതുകൊണ്ടാണ് ക്ഷിപ്രപ്രസാദിയായിരിക്കുന്ന കൈലാസനാഥൻ എന്താ ചെയ്തത്, മഹർഷിമാരുടെ ആ ഒരു പ്രാർത്ഥനയില് കരുണാദ്രചിത്തനായിട്ട് അവരെ കടാക്ഷിച്ചു. കരുണയോടുകൂടി മഹാദേവൻ അവരെ അങ്ങ് അനുഗ്രഹിച്ചു. എന്നിട്ട് മഹാദേവൻ ചോദിച്ചു അവരോട്, സനകാദി മഹർഷികളെ, നിങ്ങളുടെ ആഗമനോദ്ദേശം എന്താണെന്ന് അറിയിച്ചാലും. എന്താ നിങ്ങൾ വന്നത്, വരാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോ ശാന്തതയുടെ പര്യായമായിരിക്കുന്ന ഇന്ദുചൂഡ ഭഗവാന്റെ, ശ്രീ ഗംഗാധരൻ, മഹാദേവൻ, ഇന്ദുചൂടൻ, ഇതൊക്കെ ആരാണ്? മഹാദേവനാണ്. ആ മഹാദേവന്റെ ദിവ്യമുഖം കരുണാപൂർണമായി പ്രശോഭിച്ചു എന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ മുഖം അങ്ങ് കരുണയാൽ നിറഞ്ഞിരിക്കുകയാണ് ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത്. സന്തുഷ്ട ചിത്തനായ ഭഗവാന്റെ വചനങ്ങൾ, ആ ഭഗവാന്റെ വാക്കുകള് മഹർഷിമാരുടെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് അങ്ങ് അലയടിച്ചു. സനകൻ പറഞ്ഞു, ആ മഹർഷി സനകൻ എന്ന് പറയുന്ന, സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ, അങ്ങനെ 4 പേരാണേ. അതില് സനകമുനി പറയാണ്, ആദിമൂല നായകനെ, ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത് ശ്രദ്ധിക്കണം. ആദിമൂല നായകനെ, മഹാസമുദ്ര മധ്യത്തിൽ കൂരിരുട്ടിൽ കൊടുങ്കാറ്റിൽ പെട്ട് ദുരിതമനുഭവിക്കുന്ന കപ്പൽ യാത്രക്കാരെ പോലെ പരിതപിക്കുന്നവരാണ് അടിയങ്ങൾ. ആലോചിച്ച് നോക്കണം. മഹാസമുദ്രം, ചുറ്റിനും സമുദ്രമാണ്, കൊടുങ്കാറ്റാണ്, കൂരിരുട്ടാണ്. അതിന്റെ നടുക്കൊരു കപ്പലില് കുറച്ച് യാത്രക്കാര് പെട്ടാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അതുപോലെയാണ് ഞങ്ങളുടെ അവസ്ഥ. സ്വസ്ഥത നഷ്ടപ്പെട്ട അടിയങ്ങൾ അവിടുത്തെ ചേവടികളിൽ ആശ്രയം തേടി വന്നിരിക്കുകയാണ്. ക്ലിയർ? എന്നിട്ട് സനകമുനി വീണ്ടും പറയാണ്, കരുണാസാഗരമേ, വേദാഗമ ശാസ്ത്രങ്ങളും ഇതിഹാസ പുരാണങ്ങളും ഗ്രഹിക്കുവാൻ അടിയങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിലും അനവധി സംശയങ്ങൾ അവശേഷിക്കുകയാണ്. തർക്കങ്ങൾക്ക് അതീതമായിരിക്കുന്ന തത്വങ്ങൾ ഉപദേശിച്ച് അടിയങ്ങളെ ബോധവാന്മാരാക്കണമെന്ന് അപേക്ഷിക്കുവാനാണ് ഗിരിശൃംഗനാഥ പാദങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? കരുണാസാഗരമേ, വേദാഗമ ശാസ്ത്രങ്ങളും ഇതിഹാസ പുരാണങ്ങളും, അതായത് വേദങ്ങളും ശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം അവർക്ക് പഠിക്കാൻ സാധിച്ചു. പക്ഷേ ഒരുപാട് സംശയങ്ങൾ അവരുടെ മനസ്സിലുണ്ട്.
തർക്കങ്ങൾക്ക് അതീതമായ തത്വങ്ങൾ ഉപദേശിച്ച് തർക്കങ്ങൾക്കും മുകളിലിരിക്കുന്ന തത്വം എന്താണോ ആ തത്വങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് അടിയങ്ങളെ ബോധവാന്മാരാക്കണം. ഞങ്ങൾ വിദ്യയിൽ അത്ര പ്രാവീണ്യമില്ല ഞങ്ങൾക്ക്. ആ ഒരു ബോധം ഞങ്ങൾക്ക് ലഭിക്കാനാണ് ഗിരിശൃംഗനാഥ പത്മങ്ങളിൽ ഭഗവാന് പറയാണ് ഗിരിശൃംഗം. ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ അല്ലേ, മല. അതിനും നാഥനായിരിക്കുന്ന അങ്ങയുടെ പാദപത്മങ്ങളിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് ആ അറിവ് ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അടുത്തത് നമ്മുടെ സനാതന മുനി പറയാണ്, ദേവദേവ ജ്ഞാനദേവ ശാസ്ത്രപ്പൊരുളായും ആദിമത്യാന്ത വിഹീനനായും വാണരുളുന്ന അവിടുത്തെ തിരുവടികളിൽ അഭയം തേടിയെത്തിയിരിക്കുന്ന അടിയങ്ങൾക്ക് ഹൃദയ സ്വസ്ഥത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. ജ്ഞാനദേവ, ദേവദേവ, ജ്ഞാനം തേടിയാണ് ഞങ്ങൾ അങ്ങയുടെ പാദങ്ങളിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ജ്ഞാനം കിട്ടിയാലേ സ്വസ്ഥതയുണ്ടാവും എന്ന് പറഞ്ഞു. ഹൃദയശുദ്ധിയോടുകൂടിയുള്ള സനകാദി മഹർഷിമാരുടെ ഈ ഒരു അപേക്ഷ കേട്ടപ്പോ സന്തോഷവാനായ നമ്മുടെ ചന്ദ്രകലാധരൻ, നമ്മുടെ മഹാദേവൻ പ്രസന്നവധനായിട്ട് സന്തോഷം നിറഞ്ഞ മുഖത്തോടുകൂടി തന്റെ കാവൽ ദേവനായിരിക്കുന്ന മഹാദേവന്റെ കാവൽ ദേവനായിരിക്കുന്ന നന്ദികേശ്വരനെ അരികിലോട്ട് വിളിച്ചു. മഹാദേവൻ എന്ത് ചെയ്തു? നന്ദികേശ്വരനെ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത് മഹാദേവൻ? നന്ദികേശ, നാം ആജ്ഞാപിക്കുന്നത് വരെ പ്രാകാരദ്വാരത്തിനുള്ളിലേക്ക് ആരെയും കടത്തിവിടാൻ അനുവദിക്കരുത്. മഹാദേവൻ പറയുന്നത് വരെ ഈ വഴിക്ക് അദ്ദേഹം ഇരിക്കുന്ന പ്രാകാരദ്വാരത്തിനുള്ളിലേക്ക്, അതായത് കൈലാസത്തിൽ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആരെയും കടക്കാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞു. നന്ദികേശൻ പറഞ്ഞു, ഉത്തരവ് ദേവ. അതായത് അദ്ദേഹം പറഞ്ഞത് കേൾക്കാം. സനകാദി മഹർഷിമാരെ മഹാദേവന്റെ മുമ്പിലോട്ട് ഇരുത്തിയിട്ട് മഹാദേവൻ എന്ത് ചെയ്തു? ശിവകാമ സൂത്രങ്ങളിലെ അതീവ ശ്ലാഘ്യങ്ങളായിരിക്കുന്ന, അതായത് അതീവ രഹസ്യമായിരിക്കുന്ന കർമ്മം, ക്രിയ, യോഗം, ശ്രദ്ധിച്ചു കേൾക്കണേ. ശിവകാമ സൂത്രങ്ങളിലെ കർമ്മം, ക്രിയ, യോഗം ഇങ്ങനെ മുതലായിരിക്കുന്ന മുപ്പാദങ്ങളെയും ഉപദേശിച്ചു. മുപ്പാദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മം, ക്രിയ, യോഗം. ഇതിനെയാണ് ശിവകാമസൂത്രത്തിലെ മുപ്പാദങ്ങൾ എന്ന് പറയുന്നത്. ഈ മുപ്പാദങ്ങളെയും ഉപദേശിച്ചു. എന്നിട്ടോ പലതും അറിയണമെന്നുള്ള അറിവിന്റെ ഉറവിടം തേടി എത്തിയ സനകാദി മഹർഷിമാർ വീണ്ടും അദ്ദേഹത്തോട് എന്തോ ഒന്ന് അപേക്ഷിച്ചു. മഹാദേവനോട് എന്താ അപേക്ഷിച്ചത്? സനകമുനി പറഞ്ഞു, പശുപതേ, അതായത് മഹാദേവന്റെ അടുത്ത പേരാണ്, പശുപതേ, ജ്ഞാനപാദ മഹാത്മ്യങ്ങൾ അറിയുവാൻ ആഗ്രഹമുണ്ട്. എന്താണ് ജ്ഞാനപാദ മഹാത്മ്യം? അതേക്കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതെ, കർമ്മം, ക്രിയ, യോഗ. ഈ ജ്ഞാനപാദ മഹാത്മ്യം എന്നാൽ എന്താണ്? ഇതേക്കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പശുപതേ, ദയവായി ഞങ്ങൾക്ക് അത് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പൊ മഹാദേവൻ പറഞ്ഞു, സനകാദികളെ, അറിയുവാനുള്ള നിങ്ങളുടെ ആത്മദാഹം നാം അറിയുന്നുവെങ്കിലും വാക്കുകളാൽ വിവരിക്കുവാൻ അസാധ്യമായതാണ് ജ്ഞാനപാദ മഹാത്മ്യം. ഭാഷ്യങ്ങളില്ലാത്ത മൗനാനുഷ്ഠാനമാണ് ജ്ഞാനപാദം. അതായത് ഭാഷയില്ലാത്ത മൗനമായിരിക്കുന്ന ഒരു അനുഷ്ഠാനമുണ്ട്. മൗനത്തോടുകൂടി ആചരിക്കുന്നതെന്തോ, ഭാഷയില്ലാതെ മൗനത്തോടുകൂടി ആചരിക്കുന്നതെന്തോ, അതാണ് ജ്ഞാനപാദ മഹാത്മ്യം. ഓക്കെ, ഈ വേർഡൊക്കെ ആദ്യമായിട്ടാണോ എല്ലാവരും കേൾക്കുന്നത്? ഇതാണ് മഹാദേവൻ സനകമുനിക്ക് പറഞ്ഞത്. 1000 അർത്ഥങ്ങൾ വരുന്ന മൗനഭാവത്തോടുകൂടി ആചരിക്കുന്ന ശ്രീ പരമേശ്വരൻ നിശ്ചലനായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ അനങ്ങാതെയാണ് ഇരിക്കുന്നത് അല്ലെ. അദ്ദേഹത്തിന് 1000 അർത്ഥങ്ങളുള്ള ഭാവമാണ് അദ്ദേഹത്തിന്റെ മൗനത്തിന്. മഹാദേവന്റെ മുഖത്തെ മൗനം കണ്ടു കഴിഞ്ഞാൽ ആ മൗനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത്രയും അർത്ഥങ്ങളുള്ള മൗനത്തോടു കൂടിയുള്ള ഭാവത്തോടു കൂടിയുള്ള ആ നിഷ്ഠയോടുകൂടിയാണ് മഹാദേവൻ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെ. തന്റെ തൃക്കൈ വിരലുകൾ കൊണ്ട് ഭഗവാൻ ഭാവമുദ്രകൾ അവതരിപ്പിച്ചു. മനസ്സിലായോ? ജ്ഞാനപാദ മഹാത്മ്യം. അതെ, അദ്ദേഹത്തിന്റെ തൃക്കൈ വിരലുകൾ, ഭഗവാന്റെ വിരലുകൾ കൊണ്ട് അദ്ദേഹം എന്താ ചെയ്തത്?
ഭാവമുദ്രകൾ അദ്ദേഹം അവതരിപ്പിച്ചു. തള്ളവിരല് അത് വേർപെടുത്തിയിട്ട് ഒരു ഭാഗത്തായും മറ്റ് 4 വിരലുകൾ മറുഭാഗത്തായും മുദ്ര കാട്ടിക്കൊണ്ട് ഭഗവാൻ ആ തൃക്കൈ മാറോടണച്ചു. 4 വിരലുകൾ ഒരു ഭാഗത്തും തള്ളവിരലുകൾ മറുഭാഗത്തുമായിട്ട് അദ്ദേഹം 4 വിരലുകൾ മാറോടണച്ചു. എന്നിട്ടോ ദുർഗുണങ്ങളോടുകൂടി നിൽക്കാതെ തനിച്ചു നിൽക്കുന്ന തള്ളവിരലുകളാണ് അത്രേ നായകൻ. എന്തുകൊണ്ടാണ് തള്ളവിരൽ മാറ്റിയത്? ദുർഗുണങ്ങളോടുകൂടി ചേർന്ന് നിൽക്കാത്ത തള്ളവിരലാണ് നായകൻ. ഓക്കെ, ഒന്നായിട്ടും തനിയായിട്ടും വേറെ വേറെ ഭാവങ്ങളായിട്ടും നിൽക്കുന്ന ഏകാത്മാവാണ് ദൈവം. ഒന്നായിട്ടും നിൽക്കും, തനിയെ നിൽക്കും. അങ്ങനെ നിൽക്കുന്ന വേറെ വേറെ ഭാവങ്ങളിൽ നിൽക്കുന്നതാണ് ദൈവം. ആൾ കാട്ടുന്ന വിരൽ ആത്മാവിനെയും, അതായത് ആള് കാട്ടുന്ന ആത്മാവിനെയും, നടുവിരലും മോതിരവിരലും ചെറുവിരലും മുറപ്രകാരം നടുവിരൽ ആള് കാട്ടുന്ന വിരൽ എന്താണ്? ആത്മാവിനെയും, വിരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഹങ്കാരത്തെയും, മോതിരവിരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്മഷത്തെയും, ചെറുവിരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായ. അപ്പോ നായകൻ, അഹങ്കാരം, കന്മഷം, എന്താണ് നായകൻ, ആത്മാവ്, പിന്നെ അഹങ്കാരം, കന്മഷം, മായ. 5 വിരലിന്റെ അർത്ഥം മനസ്സിലായില്ലേ? നായകൻ അതായത് ദൈവം എന്ന് തന്നെ പറഞ്ഞോളൂ. ദൈവം, ആത്മാവ്, അഹങ്കാരം, കന്മഷം, മായ. 5 വിരലിന്റെ അർത്ഥമാണത്. മുദ്ദോഷങ്ങളെയും കുറിക്കുന്നു എന്നാ പറയുന്നത്. ഇങ്ങനെ 5 വിരലുകൾ അർത്ഥമൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതായത് പറയുന്നതിനേക്കാൾ കൂടുതൽ ഭാവം. ഭഗവാൻ ഭാവമാണ്, നടനമാണ് അല്ലെ? ഭഗവാൻ നാട്യമാണ്. ഭാവവിസ്മയത്തോടു കൂടിയാണ് ഭഗവാൻ പലതും അവതരിപ്പിക്കുന്നത്. ഈ 3 ദോഷങ്ങളും അകന്നിട്ട്, അതായത് ദൈവത്തെയും ആത്മാവിനെയും മാറ്റി നിർത്തിയ ഈ 3 എണ്ണത്തിൽ ദോഷങ്ങളുണ്ട്. അഹങ്കാരം, കന്മഷം, മായ. ഈ 3 ദോഷങ്ങളും അകന്നിട്ട് സുധി പാപവിമോചനം പ്രാപിച്ച്, പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച്, അതായത് പാപത്തിൽ നിന്ന് മുക്തി നേടിയിട്ട് പശുവാകുന്ന ആത്മാവ് പതിയുമായി ഐക്യം പ്രാപിക്കണം അത്രേ. പശുപതി, പശുവാകുന്ന ആത്മാവ് പതിയുമായി എന്ത് ചെയ്യണം? രാജലക്ഷ്മി അമ്മ എന്ത് ചെയ്യണം? ഐക്യം പ്രാപിക്കണം. ഓക്കെ, ഇപ്രകാരമുള്ള ഉദ്ബോധിപ്പിക്കുവാൻ അത്രേ, ഇങ്ങനെയുള്ള അറിവ് നമ്മളിൽ ബോധം അങ്ങനെയുള്ള അറിവ് ബോധം നമുക്ക് നൽകാൻ അത്രേ ശ്രീ പരമേശ്വരൻ ചിന്മുദ്രാധാരിയായി, ചിന്മുദ്ര ഡാൻസ് പഠിച്ചവർക്ക് എളുപ്പം കിട്ടും മുദ്രകള്. ഇങ്ങനെയുള്ള ബോധം, അവബോധം നമ്മളിലേക്ക് ഉണ്ടാവാൻ വേണ്ടി ഭഗവാൻ, ആത്മാവ്, അഹങ്കാരം, കന്മഷമായ, ഭഗവാനല്ല ദൈവം. ദൈവവും ഭഗവാനും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് പറഞ്ഞു. അപ്പോ ഇങ്ങനെയുള്ള ഒരു അവബോധം നമ്മളിൽ ഉണർത്താൻ വേണ്ടി അത്രേ എന്ത് ശ്രീ പരമേശ്വരൻ ചിന്മുദ്രാധാരിയായി, ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ഇങ്ങനെ ഇരിക്കില്ലേ, ഇങ്ങനെ പിടിച്ചിരിക്കില്ലേ, ചിന്മുദ്രാധാരിയായി ഉപവിഷ്ടനായത്. ഭഗവാൻ ധ്യാനിക്കുമ്പോ ഇങ്ങനെ ഇരിക്കില്ലേ, കൈ ഇങ്ങനെ വെച്ചിട്ട്, ഇതാണ് ചിന്മുദ്ര. ആ നിലയിലാണ് ശിവനും ജീവനും ഐക്യമാകുന്ന പരമോന്നത നില. അങ്ങനെ ചിന്മുദ്രാധാരിയായി ധ്യാനത്തിലിരിക്കുമ്പോഴാണ് ധ്യാനത്തിലൂടെ ശിവനും ജീവനും ഒന്നാകുന്ന നിലയിലേക്ക് വരുന്നത്. ഓക്കെ, ചിന്മുദ്രാഭാവത്തോടുകൂടി മൗനത്തോടുകൂടി പശുപതി, അതായത് മഹാദേവൻ, അരയാൽ വൃക്ഷത്തിന്റെ ചുവട്ടില് നിശ്ചലനായിട്ട് അനങ്ങാതെ ഇരിക്കുന്ന
അങ്ങനെ ആസനസ്ഥനായിട്ട് ഇരിക്കുന്ന ത്രിലോകങ്ങളിലും 3 ലോകങ്ങളിലും അനേകായിരം ആശ്ചര്യങ്ങൾ അലങ്കാര തോരണങ്ങൾ തൂക്കി എന്നാ പറയുന്നത്. മഹാദേവന്റെ ആ ഇരിപ്പിനെയാണ് വർണ്ണിക്കുന്നത്. സദാസമയവും എല്ലായ്പ്പോഴും വാർദ്ധക്യഭാവത്തിൽ കാണുന്ന ശ്രീ പരമേശ്വരൻ യൗവനയുക്തനായും സുന്ദര രൂപനായും കാണപ്പെട്ടു. അദ്ദേഹം നല്ല യൗവനത്തിലും സുന്ദരനുമായിട്ടാണ് കാണപ്പെടുന്നത്. ഭഗവാനിൽ നിന്ന് ഉപദേശം നേടിക്കൊണ്ടിരിക്കുന്ന, അതായത് ഒരുപാട് ഉപദേശങ്ങൾ ഇങ്ങനെ നമ്മുടെ സനകാദി മഹർഷിമാർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അവര് ഭഗവാനിൽ നിന്ന് ഇത്ര അറിവ് വാങ്ങുന്ന സമയത്ത് ശിശുരൂപികളായിരിക്കുന്ന സനകാദി മഹർഷി കുമാരന്മാർ, അവര് മഹാദേവൻ ആ സമയത്ത് ഒരു വാർദ്ധക്യ രൂപത്തിലാണ് ഇരുന്ന് അവർക്ക് കൊടുക്കുന്നത്, ഉപദേശം കൊടുക്കുന്നത്. പക്ഷെ ആ സമയത്ത് പോലും മഹാദേവൻ ആ വാർദ്ധക്യ രൂപത്തിൽ ഇരുന്നാൽ പോലും യൗവനത്തോടു കൂടിയും സൗന്ദര്യത്തോടു കൂടിയുമാണ് അവർക്ക് ഉപദേശം കൊടുക്കുന്നത്. അപ്പൊ ഉപദേശം കൊടുക്കുമ്പോൾ ഒരു ടീച്ചറും കുട്ടികളും എന്ന പോലെ ഈ സനകാദി മഹർഷിമാർ കുട്ടികളുടെ രൂപത്തിലും, സനകാദി മഹർഷി കുമാരന്മാരാണെന്നാണ് പറയുന്നത്. കുമാരന്മാര് വയോധികരായും കാണപ്പെട്ടു. അപ്പൊ അവര് ആ സനകാദി കുമാരന്മാരും വയോധികരായിട്ട് വൃദ്ധന്മാരായിട്ടാണ് ഇരിക്കുന്നത്. ലോകഗുരുവായിരിക്കുന്ന ചിന്മയ രൂപന്റെ ഉപദേശങ്ങളെല്ലാം, ലോകഗുരു എന്ന് പറഞ്ഞ മഹാദേവന്റെ ഉപദേശങ്ങളെല്ലാം മൗനഭാഷയിലായിരുന്നു എന്നത് മറ്റൊരു ആശ്ചര്യം. അദ്ദേഹം സംസാരിച്ചുകൊണ്ടല്ല ഉപദേശം കൊടുത്തത്, മൗനത്തിലൂടെയാണ്. ഈ ചിന്മുദ്ര പിടിച്ച് ധ്യാനത്തിലിരുന്ന് മൗനത്തിലൂടെയാണ് അവർക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരുന്നത്. ശിവജ്ഞാന സിദ്ധിക്കുള്ള മാർഗം പുരാണ പാരായണം മാത്രമല്ല, മഹാദേവന്റെ വഴിയിലേക്ക് പോകാനുള്ള ഒരു വഴി, അതായത് ശിവജ്ഞാന സിദ്ധി, മഹാദേവനോടുള്ള ആ ഒരു ജ്ഞാനം, അദ്ദേഹത്തെ കുറിച്ചുള്ള ജ്ഞാനസിദ്ധി നേടാനുള്ള വഴി എന്ന് പറയുന്നത് പുരാണ പാരായണം മാത്രമല്ല, പുരാണം പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ അനുഭവത്തിൽ കൂടി സിദ്ധിക്കുന്ന ശിവത്തെ അറിയുന്ന മഹത്തായ ബോധമത്രേ ശിവജ്ഞാനം. അനുഭവത്തിൽ കൂടി മഹാദേവനുമായിട്ട് അടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കും. ആ അനുഭവത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ശിവത്തെ അറിയുന്ന, മഹാദേവനെ അറിയുന്ന മഹത്തായ ബോധമത്രേ ശിവജ്ഞാനം. വലിയൊരു ബോധമാണെന്ത്? ശിവജ്ഞാനം എന്ന് പറയുന്നത്. മനസ്സിലായോ ഇതുവരെ എടുത്തത്? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇത്രയും സ്ലോ ആയിട്ട് നിർത്തി പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് അത് മനസ്സിലാക്കണം. നമ്മൾ ശിവ എന്ന് പറയുന്നത് ഒരു ഈസി അല്ല. പിന്നെന്താ, ഈസി അല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിർത്തി പറഞ്ഞത്. ഈ നമുക്ക് എളുപ്പം മഹാഭാരതോ ഗീത എടുത്തു പോകുന്ന പോലെ പുരാണങ്ങൾ എടുത്തു പോകാൻ കഴിയില്ല. കൺഫ്യൂഷൻ വരും നിങ്ങൾക്ക്, എനിക്കും. അപ്പൊ അതുകൊണ്ടാണ് നിർത്തി പറഞ്ഞത്. ഇതുവരെ മനസ്സിലായോ എടുത്തത്? നമുക്ക് ഫാസ്റ്റ് അല്ല വേണ്ടത്, മൈൻഡിൽ സ്റ്റോർ ആവണം. മനസ്സിലായോ? കമന്റ്സ് ഇല്ല, റിപ്ലൈ തരൂ. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സൂപ്പർ. അപ്പോ നമുക്ക് ഇങ്ങനെ അനുഭവത്തിലൂടെ ലഭിക്കുന്ന ആ ഒരു സിദ്ധിക്കുന്ന ശിവത്തെ അറിയുന്ന മഹത്തായിരിക്കുന്ന ഒരു ബോധം, ആ ബോധമാണ് ശിവജ്ഞാനം. അപ്പൊ ഗീതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ നോൺ വെജ് കഴിക്കരുത് എന്ന്. നോൺ വെജ് കഴിച്ചാൽ നമ്മുടെ ബോധമാണ് മലിനമാവുന്നത്. ആ ബോധം മലിനമാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോൺ വെജ് അവോയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, ബോധം മലിനമായി കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് ചിന്തകളെയാണ്. ചിന്തകൾ മലിനമായി കഴിഞ്ഞാൽ അത് മനസ്സിനെ ബാധിക്കും. മനസ്സ് മലിനമായി കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥതയില്ലാതെ പോകും. സ്വസ്ഥതയില്ലാതെ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ സമാധാനക്കേടായി. സമാധാനക്കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫ്രസ്ട്രേഷനായി. പിന്നെ അത് നമ്മുടെ ജീവിതത്തിലെ ആകെപ്പാടെ താളം തെറ്റിക്കും. അപ്പൊ അതിന്റെ ബേസ്മെന്റ് എന്താണ്? നോൺ വെജ് ആണ്. ആ നോൺ വെജ് ഉപേക്ഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബോധത്തെ ക്ലിയർ ആക്കി വെക്കണം. ഓക്കെ, സനകാദി മഹർഷിമാരെ ബോധവാന്മാരാക്കി അവർക്ക് ശിവജ്ഞാനം ഉണർത്തുന്നതിന് മഹാദേവൻ എന്താ ചെയ്തത്? ചിന്മുദ്രാധാരിയായിട്ട് പേരാൽ വൃക്ഷത്തിന്റെ ചുവട്ടില് അനങ്ങാതെ ഇരിക്കുകയാണ്. സനകാദി മഹർഷിമാരെ ബോധവാന്മാരാക്കാൻ വേണ്ടി മഹാദേവൻ ചിന്മുദ്രാധാരിയായിട്ട് പേരാൽ വൃക്ഷത്തിന്റെ ചുവട്ടില് അദ്ദേഹം നിശ്ചലനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അനങ്ങാതെ. ഭഗവാന്റെ സന്നിധിയില്, ഭഗവാന്റെ മുമ്പില് തൊഴുകൈയോടെ ആണ് ആരിയ്ക്കുന്നത്? നമ്മുടെ സനകാദി മഹർഷിമാരിയ്ക്കുന്നത്. ചിത്രപാവകളെ പോലെ എന്നാണ് പറയുന്നത്. ചിത്രപാവകൾ എന്ന് പറഞ്ഞാല് പാവയുടെ ചിത്രം നമ്മൾ എവിടെങ്കിലും ഒട്ടിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഒരു ഡോളിന്റെ ചിത്രം ഒട്ടിച്ചു വെച്ചാൽ ഇങ്ങനെ ഇരിക്കും അല്ലെ?
അതേപോലെ സനകാദി മഹർഷിമാരിയ്ക്കുകയാണ്. അങ്ങനെ ജ്ഞാനനിലയെ ബോധിപ്പിക്കുന്നതിന് ശ്രീ നീലകണ്ഠൻ അനുഷ്ഠിച്ച ആ നിമിഷ നേരത്തെ മൗനദീക്ഷ ബ്രഹ്മാദി ദേവന്മാർക്ക് അനേക യുഗാനുഭവങ്ങൾ ഉണ്ടാക്കി എന്നാ പറയുന്നത്. ജ്ഞാനം നൽകാൻ വേണ്ടി മഹാദേവൻ ചിന്മുദ്രാധാരിയായിട്ട് നിശബ്ദമായിട്ട് ഇരുന്ന ആ ഒരു അവസ്ഥ ഒരുപാട് അറിവുകളാണ് ആർക്ക് കൊടുത്തത്? നമ്മുടെ സനകാദി കുമാരന്മാർക്ക് ലഭിച്ചിരിക്കുന്നത്. പരമേശ്വര തപോനിഷ്ഠ ഫലമായിട്ട്, മഹാദേവന്റെ തപസിന്റെ ആ നിഷ്ഠയുടെ ഫലമായിട്ട് ദേവന്മാരും ലോക ജീവരാശികളും കാമമോഹ വിമുക്തരായിട്ട്, യോഗികൾക്ക് തുല്യരായിട്ട്, ആഗ്രഹവിഹീനരായിട്ട് മാറി എന്നാ പറയുന്നത്. മഹാദേവന്റെ ഇങ്ങനെയുള്ള ആ ഒരു ചിന്മുദ്രാധാരിയായിട്ട് ഇങ്ങനെ മഹാദേവൻ ധ്യാനത്തോടു കൂടി ഇരുന്നപ്പോ എന്താ സംഭവിച്ചത്? ലോക ജീവരാശികൾ, അതായത് ലോകത്തിലുള്ള സകല ജീവജാലങ്ങളിലും കാമവിമോഹമുക്തരായിട്ട്, കാമവും മോഹത്തിൽ നിന്നെല്ലാം അവർ പുറത്തു വന്നിട്ട് യോഗികൾക്ക് തുല്യരായിട്ട്. അപ്പൊ യോഗികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? കാമമോഹ വിമുക്തരാണ് യോഗികൾ എന്ന് പറയുന്നത്. അവർക്ക് കാമവും ഇല്ല, മോഹവും ഇല്ല, അതിൽ നിന്നെല്ലാം മുക്തി നേടിയവരാണ് യോഗികൾ. ആ യോഗികൾക്ക് തുല്യരായിട്ട് ഈ ലോകം തന്നെ മാറിപ്പോയി അദ്ദേഹം അതുപോലെ ഇരുന്നപ്പോ. ക്ലിയർ? സൃഷ്ടി സ്ഥിതി സംഹാരാദി ലോകനീതികൾ സ്തംഭാവനസ്ഥയെ പ്രാപിച്ചു. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ സ്തംഭനാവസ്ഥയിലായിപ്പോയി. അദ്ദേഹം കുറച്ച് സമയം ഇങ്ങനെ ചിന്മുദ്രയിൽ അനങ്ങാതെ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും സൃഷ്ടി സ്റ്റോപ്പായി, സ്ഥിതി സ്റ്റോപ്പായി, സംഹാരവും സ്റ്റോപ്പായി. ആ സമയത്ത് ഈ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ നിന്നു പോയപ്പോ, മഹാദേവൻ ചിന്മുദ്രാധാരിയായി അനങ്ങാതെ ഇരുന്നപ്പോ എന്തായി? മാതാജി മഞ്ജരീസിലേക്ക് ഇടൂ. അപ്പൊ എന്തായി? ആ സമയത്ത് ശൂരപത്മാസുരന്റെ ദുർഭരണത്തിൽ, ആ സമയത്താണ് നമ്മുടെ ശൂരപത്മാസുരൻ എന്ന് പറയുന്ന കാമവോ മോഹവിമുക്തർ അതന്നെ. അപ്പൊ ആ സമയത്താണ് ഈ ശൂരപത്മാസുരൻ ഇങ്ങനെ ത്രിലോകങ്ങളും അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ ആ ഒരു ദുർഭരണത്തിൽ, മോശമായിരിക്കുന്ന ആ ഒരു ഭരണത്തിന്റെ കീഴില് അരങ്ങേറുന്ന അനീതികളിലേക്ക് അദ്ദേഹം ഒരു മോശം അവസ്ഥയിലാണ് ഈ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ, ശൂരപത്മാസുരൻ. ആ സമയത്താണ് നമ്മുടെ ചിന്മുദ്രാധാരിയായിട്ട് മഹാദേവൻ അനങ്ങാതെ ഇരിക്കുന്നത്. അപ്പൊ എന്താ ഉണ്ടായത്? സൃഷ്ടിയും സ്ഥിതിയും സംഹാരമൊക്കെ സ്റ്റോപ്പായി പോയി. അപ്പൊ ആ സമയത്ത് നമ്മുടെ ശൂരപത്മാസുരന്റെ ആ ഒരു ദുർഭരണത്തില് അനീതികളിലേക്ക് അല്പം ഒന്ന് നമുക്ക് പോയി നോക്കാം. അദ്ദേഹം എന്തൊക്കെ അനീതികളാണ് കാണിച്ചതെന്നുള്ളത്. ശൂരപത്മാസുരനും മന്ത്രി മുഖ്യൻ, അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു മന്ത്രിയുണ്ട് ശൂരപത്മാസുരൻ, അദ്ദേഹത്തിന്റെ പേരാണ് ധർമ്മഗോപൻ. ഓക്കെ, ശൂരപത്മാസുരന്റെ മന്ത്രിയുടെ പേരാണ്, മെയിൻ ആയിട്ട് കൂടെ നിൽക്കുന്ന മന്ത്രിയുണ്ട്, ആ മന്ത്രിയുടെ പേരാണ് ധർമ്മഗോപൻ. അവര് രണ്ടുപേരും കൂടി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ദേവന്മാരെയൊക്കെ അടുത്ത് വിളിക്കുകയാണ്. ഈ ശൂരപത്മാസുരനും അതുപോലെ നോൺ വെജ് കഴിക്കില്ല എന്ന് പറയുമ്പോൾ അസുഖം വരുന്നത് അതുകൊണ്ടാണോ എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത്. അപ്പൊ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്കും അസുഖം ഇല്ലേ അമ്മേ? അവർക്കാർക്കും അസുഖമൊന്നുമില്ല, അവരൊന്നും ഹോസ്പിറ്റലിൽ പോവാറില്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർ മാത്രമാണോ ആശുപത്രിയിൽ പോകുന്നത്? അമ്പലം പോലെയാണോ നമ്മുടെ ആശുപത്രി? അല്ല, നോൺ വെജ് കഴിക്കുന്നവരധികം അമ്പലത്തിൽ പോകാൻ പാടില്ലല്ലോ. നോൺ വെജ് കഴിച്ച് നമ്മൾ അമ്പലത്തിൽ പോകില്ലല്ലോ. അപ്പം അടുത്തൊരു അമ്പലമാണോ ആശുപത്രി എന്ന് പറയണത്? അവിടെ നോൺ വെജ് കഴിക്കുന്ന ആരുമില്ലേ? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ആശുപത്രിയിൽ നിന്നിട്ട് കുറെ ആൾക്കാർ ബിരിയാണി കഴിക്കണത്. ആശുപത്രിയുടെ ക്യാൻറ്റീനിൽ തന്നെ ബിരിയാണി, മറ്റേ മീൻ വറുത്തതും മീൻകറിയൊക്കെ കിട്ടുമല്ലോ. അപ്പൊ ആശുപത്രി പോണ ആൾക്കാരെല്ലാം വെജിറ്റേറിയൻസ് ആണോ? ബ്രാഹ്മിൺസിന് വേണ്ടി മാത്രമാണോ ആശുപത്രി കെട്ടി ഉണ്ടാക്കിയതല്ല? എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ട് ചോദിച്ചാട്ടോ. അങ്ങനെ പറയുന്നവരോട് അമ്മ തിരിച്ചാൽ ചോദിച്ചാൽ മതി. അപ്പോ ശൂരപത്മാസുരനും മന്ത്രി മുഖ്യനായിരിക്കുന്ന ധർമ്മഗോപനും കൂടി എന്താ ചെയ്തതെന്നറിയോ? ദേവന്മാരെ ഓരോരുത്തരെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് വിചാരണ നടത്തുക. ധർമ്മഗോപൻ ചോദിച്ചു, ആരാ നീ? അപ്പൊ നമ്മുടെ സൂര്യദേവൻ പറഞ്ഞു, ഞാൻ അർക്കൻ. അപ്പൊ ധർമ്മഗോപൻ ചോദിച്ചു, അർക്കൻ എന്ന് പറഞ്ഞ? സൂര്യൻ പറഞ്ഞു, ഞാൻ സൂര്യനാണ്. അപ്പൊ ധർമ്മഗോപൻ പറയാണ്, ഓഹോ, നീയാണോ സൂര്യൻ എന്ന് പറയുന്നവൻ? മേലാൽ അസുര സാമ്രാജ്യത്തിനുള്ളിൽ വെയിൽ ഉണ്ടാവാൻ പാടില്ല. ഇദ്ദേഹം അസുരനാണല്ലോ ധർമ്മഗോപൻ. അപ്പൊ നീയാണല്ലേ സൂര്യൻ എന്ന് പറയുന്ന ദേവൻ. മേലാൽ ഈ അസുരന്റെ സാമ്രാജ്യത്തിനുള്ളിൽ വെയിലുണ്ടാവരുത്. അഥവാ ചൂട് അനുഭവപ്പെട്ടാൽ അടുത്ത സമയം തന്നെ നിന്റെ ശിരസ് ഞാൻ കഴുത്തിൽ നിന്ന് കട്ട് ചെയ്ത് കളയും, വേർപെടുത്തി കളയും. നിന്റെ കഴുത്ത് ഞാൻ മുറിച്ചു കളയും.
സൂര്യഭഗവാൻ പറഞ്ഞു, ഉത്തരവ്, ഇനി ചൂടും ഉണ്ടാവില്ല വെയിലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ധർമ്മഗോപൻ പറഞ്ഞു, പൊയ്ക്കോളൂ. സൂര്യദേവൻ അങ്ങ് ഭയവിഭ്രാന്തിയോടെ ഓടി മറഞ്ഞു, ഒരു ഭാഗത്തോട്ട് ഓടി മറഞ്ഞു. അടുത്തത് ഭയത്തോടു കൂടി നമ്മുടെ ചന്ദ്രദേവൻ വരികയാണ്. ചന്ദ്രദേവൻ വന്നിട്ട് ധർമ്മഗോപൻ ചോദിച്ചു, നീ ആരാ? ഇപ്പൊ ചന്ദ്രൻ പറഞ്ഞു, ഞാൻ ചന്ദ്രനാണ്, അത്രി മഹർഷിയുടെയും അനസൂയാദേവിയുടെയും മകനാണ്. ഇപ്പൊ ശൂരപത്മാസുരൻ പറയാണ്, നിന്റെ ശരീരം എന്താണ് തേഞ്ഞു കാണപ്പെടുന്നത്? അപ്പൊ ചന്ദ്രദേവൻ പറഞ്ഞു, അത് എന്റെ ശ്വശുരന്റെ ശാപം കൊണ്ട് ആണ് എന്റെ ശരീരം ഇങ്ങനെ ആയതെന്ന് പറഞ്ഞു. അപ്പൊ അസുരൻ പറയാണ്, എടാ അംഗവൈകല്യമുള്ളവനെ, നമ്മുടെ ഭരണമണ്ഡലത്തിനുള്ളിൽ നീ വളരുന്നതിനോ തേയുന്നതിനോ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. നീ ഇവിടെ വന്നിട്ട് നമ്മൾ ഭരിക്കുന്ന രാജ്യത്തിനുള്ളിൽ നീ വളരാനും പാടില്ല, തേയാനും പാടില്ല. സദാസമയവും നീ ഒരേപോലെ നിന്നേക്കണം. അതായത് ചന്ദ്രദേവന് പൂർണ്ണചന്ദ്രനും വരും, കർത്തവാവ് വരുമ്പോഴേക്ക് ഇങ്ങനെ താഴ്ന്നു പോകുമല്ലോ, പിന്നെ വീണ്ടും വലുതായി വരുമല്ലോ. അങ്ങനെയുള്ള അംഗവൈകല്യങ്ങളൊന്നും ഇവിടെ വരാൻ പാടില്ല. വളരും ചെയ്യരുത്, നീ ഇല്ലാതാവും ചെയ്യരുത്. മനസ്സിലായല്ലോ? നീ അങ്ങനെ തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്രദേവൻ പറഞ്ഞു, ഉത്തരവ് പ്രഭു എന്ന് പറഞ്ഞു. പ്രാണഭയത്തോടു കൂടി ശശാങ്കൻ ഓടി മറിയാണ്. അതായത് ചന്ദ്രദേവൻ പേടിച്ച് ജീവനും കൊണ്ട് ഓടിപ്പോവാ. അപ്പോ യമധർമ്മൻ വരികയാണ്, സങ്കോചത്തോടെ പ്രവേശിക്കുകയാണ്. ആകെപ്പാടെ ഒരു സംശയവും ടെൻഷനും ഒക്കെ ആയിട്ട് നമ്മുടെ യമധർമ്മ രാജാവ് വരികയാണ്. അപ്പൊ ശൂരപത്മൻ ചോദിക്കുകയാണേ, കൊമ്പൻ മീശയും കുമ്പയും ഉള്ള നീ ആരാ? അപ്പൊ യമധർമ്മ രാജാവ് പറഞ്ഞു, യമൻ, അന്തകൻ, ധർമ്മൻ, കാലൻ, ഇപ്രകാരം പല പേരുകൾ എനിക്കുണ്ട്. കൃത്യമായി കാലവും നേരവും നോക്കി ജീവരാശികളുടെ പ്രാണൻ അപഹരിക്കുക എന്നുള്ളതാണ് എന്റെ തൊഴിൽ എന്ന് പറഞ്ഞു. അപ്പൊ ശൂരപത്മൻ പറഞ്ഞു, മേലാൽ അത്തരം നീച പ്രവർത്തനങ്ങൾ നമ്മുടെ ആസ്ഥാനങ്ങളിൽ നീ ആവർത്തിച്ചു പോകരുത് എന്ന് പറഞ്ഞു. അപ്പൊ ധർമ്മഗോപൻ പറയാണ്, നമ്മുടെ നഗരങ്ങളിൽ കാലം കാട്ടേണ്ട ജോലി നിന്നെ നാം ഏൽപ്പിച്ചിരിക്കുകയാണ്. ചുമതല ചെയ്യുന്നതില് നിനക്ക് പിഴവ് സംഭവിച്ചാൽ നിന്റെ പ്രാണൻ അപഹരിക്കുന്ന കാലദേവനായി നാം മാറുന്നതായിരിക്കും. ഞാനായിരിക്കും നിന്റെ കാലനായി മാറുന്നത് എന്ന് പറഞ്ഞു. അപമാനിക്കപ്പെട്ടു ധർമ്മദേവൻ. കാരണം അദ്ദേഹമാണ് കാലൻ, എല്ലാവരുടെ ജീവൻ എടുക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കാൻ വേറൊരാൾ വരുന്നു പറഞ്ഞാൽ അതൊരു അപമാനം തന്നെയല്ലേ. തലയും കുനിച്ച് യമധർമ്മ രാജാവ് നടന്നുപോയി. വേദനിച്ച് വിഷമിച്ച് നമ്മുടെ ദേവേന്ദ്രൻ ഈ സഭയിലേക്ക് കടന്നു വരിക. ഇവര് രണ്ടുപേരും കൂടി ഇന്ന് എല്ലാ ദേവന്മാരെയും ചോദ്യം ചെയ്യാണല്ലോ. എന്നിട്ട് ദേവേന്ദ്രൻ വന്നു. ശൂരപത്മൻ ചോദിച്ചു, ഓ ഇനി നീ ആരാണാവോ? അപ്പൊ ഇന്ദ്രൻ പറഞ്ഞാണ്, ഞാൻ 33 മുക്കോടി ദേവന്മാരുടെയും ചക്രവർത്തിയായ ദേവേന്ദ്രനാണ്. അപ്പോ ശൂരപത്മൻ പറഞ്ഞു, ഭേഷ്, നന്നായിരിക്കുന്നു. ദേവന്മാരുടെ ചക്രവർത്തിയായ നീ ഇത്ര ഭീരുവെങ്കിൽ നമ്മുടെ അടിമയായിരിക്കുവാൻ കൂടി നിനക്ക് യോഗ്യതയില്ല. നിനക്ക് യോജ്യമായൊരു ജോലി നാം നൽകിയിരിക്കുന്നു. സമുദ്രങ്ങളിൽ ചെന്ന് മത്സ്യങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന് ഓരോ അസുരന്മാരുടെ വീടുകളിലും കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ നിനക്ക് നൽകുന്ന ജോലി. കൂടാതെ ജോലി ചെയ്യുമെങ്കിൽ നിനക്ക് ഞാൻ പ്രാണഭിക്ഷ നൽകാം. നിന്റെ ജീവൻ നിലനിർത്താനുള്ള എന്തെങ്കിലും ഭക്ഷണം ഞാൻ തരാം, നീ ജോലി ചെയ്താല്. ഇന്ദ്രൻ പേടിച്ചുകൊണ്ട് ഉത്തരവ് എന്ന് പറഞ്ഞു. ശൂരപത്മൻ പറഞ്ഞു, പൊക്കോളൂ എന്ന് പറഞ്ഞു ദേവേന്ദ്രനോട്. വാനലോകനാഥനായിരിക്കുന്ന ദേവേന്ദ്രനെ മീൻ വിൽക്കുവാൻ നിയോഗിക്കുന്ന അസുരൻ മറ്റുള്ള ദേവന്മാരെയും വിചാരണ ചെയ്യുന്നത് എങ്ങനെയാന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സ്വർഗത്തിന് അധിപതിയായിരിക്കുന്ന 30 മുക്കോടി ദേവഗണങ്ങളുടെയും ദേവനായിരിക്കുന്ന എന്താ പറയാ ചക്രവർത്തിയായിരിക്കുന്ന നമ്മുടെ ഇന്ദ്രനെ ഈ രീതിയിലാണ് അവര് ട്രീറ്റ് ചെയ്തതെങ്കിൽ ബാക്കി ദേവന്മാരെ അവരെങ്ങനെയായിരിക്കും വിചാരണ ചെയ്തിട്ടുണ്ടാവുന്നത്? അടുത്തതായിട്ട് നമ്മുടെ അഗ്നിദേവനെ വിളിച്ചു. ശൂരപത്മൻ ചോദിച്ചു, ആരാടാ നീ? അഗ്നിദേവൻ പറഞ്ഞു, ഞാൻ അനലൻ. അപ്പൊ ശൂരപത്മൻ ചോദിക്കുക, അനലനോ എന്ന് വെച്ചാ? അഗ്നിദേവൻ പറഞ്ഞു, ദഹനക്രിയാകാരനായിരിക്കുന്ന അഗ്നിയാണ് ഞാൻ. ശൂരപത്മൻ പറഞ്ഞു, ഓഹോ, നമ്മുടെ മണ്ഡലങ്ങളിൽ കേവലം ഒരു ജഡപ്പൊരുള് പോലും നീ ദഹിപ്പിച്ചു പോകരുത്. എന്റെ മണ്ഡലത്തില് ഒരു ജഡപ്പൊരുള് പോലും നീ കത്തിക്കാൻ പാടില്ല. അസുര വീടുകളിലെ പാചകശാലകളിൽ വാതക പൊരുളായി നീ പ്രവർത്തിച്ചു കൊള്ളുക. അസുരന്മാരുടെ വീടുകളിലൊക്കെ
എന്താ പറയാ, പാചകശാലകളിൽ, അടുക്കളകളിൽ നീ ഒരു വാതക പൊരുളായിട്ട്, ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരു വാതക പൊരുളായിട്ട് നീ ഇരുന്നാ മതി. അഗ്നി പറഞ്ഞു, ഉത്തരവ് എന്ന് പറഞ്ഞു. അപമാനിതനായിരിക്കുന്ന അഗ്നിദേവൻ വിധി വൈരഭ്യത്തെ കുറിച്ച് ഓർത്ത്, നമ്മൾ പറയില്ലേ, ഓ വല്ലാത്തൊരു വിധിയായി പോയി എന്ന് പറയില്ലേ, ആ ഒരു വിഷമം ഓർത്തിട്ട് ദുഃഖിതനായി തല കുനിച്ച് നടന്നുപോയി. വിചാരണ മണ്ഡപത്തിലേക്ക് ബ്രഹ്മദേവൻ വരികയാണ്. ശൂരപത്മൻ ചോദിച്ചു, വേഷഭൂഷാദികളിൽ പൂജനെന്ന് ഭാവിച്ചു നടക്കുന്ന നീ ആരാണ് പോലും? നിന്റെ വേഷവും ഭൂഷൊക്കെ കണ്ട നീ ഒരു പൂജിക്കപ്പെടേണ്ടവനാണെന്ന് തോന്നുന്നുണ്ടല്ലോ, ആരാ നീ എന്ന് ചോദിച്ചു. അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു, നാം നിങ്ങളുടെ മുതുമുത്തച്ഛനാണ്. നിന്റെ പിതാവ് കശ്യപന്റെ പിതാവായ മരീചിയുടെ പിതാവ് ബ്രഹ്മദേവനാണ് നാം എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിന്റെ പിതാവ്, അതായത് ശൂരപത്മാസുരന്റെ പിതാവ് കശ്യപന്റെ പിതാവായിരിക്കുന്ന മരീചിയുടെ പിതാവായിരിക്കുന്ന ബ്രഹ്മദേവനാണ് നാം എന്ന് പറഞ്ഞു. അപ്പൊ ശൂരപത്മാസുരൻ പറഞ്ഞു, ഓഹോ, അപ്രകാരമെങ്കിൽ നമ്മുടെ ബന്ധുവായ നിന്നെ നാം ഉപദ്രവിക്കുന്നില്ല. പഞ്ചാംഗത്തിൽ ദിവസങ്ങളും നക്ഷത്രഫലങ്ങളും വിശകലനം ചെയ്ത് അസുരമന്ദിരത്തിൽ അറിയിക്കേണ്ടത് നിന്റെ ജോലിയാണ്. പഞ്ചാംഗം നോക്കിയിട്ട് നേരവും കാലവും സമയമൊക്കെ നീ അസുരന്മാരുടെ വീടുകളിൽ അറിയിക്കേണ്ടതാണ് നിന്റെ ജോലി എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, അപ്രകാരമാവട്ടെ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അടുത്തതായി വന്നത് ആരാന്നറിയോ? ശ്രീ നാരായണൻ. അദ്ദേഹം വന്നു. ശൂരപത്മൻ ചോദിച്ചു, നീ ആരാണ് പോലും? അപ്പൊ നാരായണൻ പറഞ്ഞു, നാം നിന്റെ മുത്തച്ഛന്റെ മുത്തച്ഛനായിരിക്കുന്ന ശ്രീ നാരായണ ദേവനാണെന്ന് പറഞ്ഞു. അപ്പൊ ശൂരപത്മൻ പറഞ്ഞു, അപ്രകാരം നീയും നമ്മുടെ ബന്ധുഭാവം ഓർക്കുന്നുവെങ്കിൽ നിന്നെയും നാം ഉപദ്രവിക്കില്ല. അസുരഭവനങ്ങളെല്ലാം സന്ദർശിച്ച് അവർ ആവശ്യപ്പെടുന്ന അനുഗ്രഹങ്ങളെല്ലാം നൽകി അവരെ തൃപ്തിപ്പെടുത്തേണ്ടത് നിന്റെ ചുമതലയാണ്. നമ്മുടെ കൽപ്പനകൾ പാലിക്കുന്നതിൽ നീ എന്തെങ്കിലും ഒരു ഉദാസീനത കാട്ടിക്കഴിഞ്ഞാൽ ബന്ധുവെന്നോ മുതുമുത്തച്ഛനെന്നോ ഞാൻ നോക്കില്ല, ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്രകാരം എല്ലാ ദേവന്മാരെയും വിചാരണ ചെയ്ത് ശൂരപത്മാസുരന്റെ ആ ഒരു ഭരണം വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഉദയസമയത്ത് തെക്കു ദിക്കിലുള്ള അസുരാസ്തനായിരിക്കുന്ന നഗരമായ വീരമഹേന്ദ്രപുരിയിലും, എന്താണ്, രാവിലെ ഉദയസമയം അറിയാലോ, ആ സമയത്ത് തെക്ക് ദിക്കിലുള്ള അസുരാസ്ഥാന നഗരമായിരിക്കുന്ന, അസുരന്മാരുടെ ആസ്ഥാനമായിരിക്കുന്ന നഗരം, ആ നഗരമായിരിക്കുന്ന വീരമഹേന്ദ്രപുരിയിലും മധ്യാഹ്ന വേളയിൽ, അതായത് ഉച്ചയ്ക്ക്, താരകാസുരന്റെ ആസ്ഥാന നഗരമായിരിക്കുന്ന മായാപുരിയിലും വൈകുന്നേരം സിംഹമുഖാസുരവാസസ്ഥലമായിരിക്കുന്ന അസുരപുരിയിലും മാറി മാറി അടിമ ജോലികൾ ചെയ്യാൻ ദേവന്മാരെ ശൂരപത്മാസുരൻ നിയോഗിച്ചു. ഓരോ അസുരന്മാരുടെ ഓരോരോ സ്ഥലങ്ങളിൽ ദേവന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കണം. രാവെന്നോ പകലെന്നോ ഇല്ലാതെ അസുരന്മാരുടെ കൽപ്പനകൾ കേട്ട് അധ്വാനിച്ചു വന്ന ദേവന്മാർ വല്ലാതെ വിഷമിച്ച് നിൽക്കണം. അവരുടെ നിത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും സമയം കിട്ടാതെ വലഞ്ഞ് പണിയെടുക്കുകയാണ്. ഗത്യന്തരമില്ലാണ്ട് പൊറുതി മുട്ടിയ ദേവേന്ദ്രൻ എന്താ ചെയ്തത്? ഇന്ദ്രാണിയും ഒത്തിട്ട്, അതായത് ഇന്ദ്രന്റെ ഭാര്യയാണ് ഇന്ദ്രാണിയും ഒത്തിട്ട് മഹാമേരു പർവ്വതത്തിലേക്ക് പോയി. ശൂരപത്മാസുരന്റെ മകനായിരിക്കുന്ന ഭാനുകോപൻ ദേവലോകം ആക്രമിച്ചു കീഴടക്കി. ശൂരപത്മാസുരന്റെ മകന്റെ പേരാണ് ഭാനുകോപൻ. ഓക്കെ, അദ്ദേഹം എന്താ ചെയ്തത്? ഇന്ദ്രാണിയുടെ കൂടെ ഇന്ദ്രൻ പോയപ്പോൾ ദേവലോകമൊക്കെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി. എന്നിട്ടോ ദേവേന്ദ്രപുത്രനായിരിക്കുന്ന ജയന്തനെ, ദേവേന്ദ്രന്റെ മകന്റെ പേരാണ് ജയന്തനെ കാരാഗൃഹത്തിലേക്ക് അടച്ചു. ആര്? ശൂരപത്മാസുരന്റെ മകനായിരിക്കുന്ന ഭാനുകോപൻ ദേവേന്ദ്രന്റെ മകനായിരിക്കുന്ന ജയന്തനെ കാരാഗൃഹത്തിലും അടച്ചു പൂട്ടി. എന്നിട്ടോ ആ വിഷമം അറിഞ്ഞപ്പം ഇന്ദ്രദമ്പതിമാർ, അതായത് ഇന്ദ്രനും ഇന്ദ്രന്റെ ഭാര്യയും ദേവന്മാരും ഒക്കെ വല്ലാണ്ട് വിഷമിച്ചു. ദേവേന്ദ്രന്റെ ലോകവും പോയി, മകനെയും കാരാഗൃഹത്തിൽ അടച്ചു. മഹേശ്വര പ്രസാദത്തിൽ കൂടി മാത്രമേ തങ്ങളുടെ ദുഃഖങ്ങൾക്ക് അറുതി വരൂ എന്നറിഞ്ഞ ദേവേന്ദ്രൻ, അതായത് മഹേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഇപ്പൊ ഞങ്ങൾ അനുഭവിച്ചു വരുന്ന ദുഃഖങ്ങൾക്കൊരു അവസാനം ഉണ്ടാവൂ എന്ന് തിരിച്ചറിഞ്ഞ ദേവേന്ദ്രൻ എന്താ ചെയ്തത്? മഹാമേരു ശൃംഗത്തിൽ ഈശ്വരനെ ഓർത്തിട്ട്, മഹാമേരു ശൃംഗത്തില് മഹാദേവനെ ഓർത്തുകൊണ്ട് കഠിനമായ തപസ് അനുഷ്ഠിച്ച് എന്താ ചെയ്യുന്നത്? ഇങ്ങനെ തപസ് അനുഷ്ഠിക്കുകയാണ് മഹാദേവനെ ഓർത്തിട്ട്. ദേവേന്ദ്രന്റെ പ്രാർത്ഥനയില് കരുണാർദ്ദ ചിത്രനായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ സന്തുഷ്ട ചിത്തനായി ദേവേന്ദ്രന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു.
മഹാമേരു പർവ്വതത്തിൽ ഇരുന്നിട്ട് മഹാദേവനെ ഓർത്ത് തപസ് അനുഷ്ഠിച്ച ദേവേന്ദ്രന്റെ മുമ്പില് കരുണയോടുകൂടി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടോ ദേവേന്ദ്രൻ പറഞ്ഞു, ദേവദേവ, ആശ്രയമരുളി അനുഗ്രഹിച്ചാലും ശൂരപത്മാസുരനും അവന്റെ സഹോദരന്മാരും അവരുടെ പുത്രന്മാരും ചേർന്നിട്ട് അമരാവതി നഗരം ആക്രമിച്ച് അഗ്നിക്കിരയാക്കി നശിപ്പിക്കുകയും ജയന്തകുമാരനെ കാരാഗൃഹത്തിൽ അടച്ച് ചിത്രവധം ചെയ്യുകയുമാണ്. പൊറുതി മുട്ടിയ അടിയങ്ങൾ ദുഃഖഭാരങ്ങളും പേറി അവിടുത്തെ പാദപത്മങ്ങളിൽ അഭയം പ്രാപിക്കുകയാണ്. കരുണാമയനായ അവിടുന്ന് അടിയങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പൊറുത്ത് നിത്യശാന്തി നൽകണമെന്ന് അപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞു. പരമേശ്വരൻ പറഞ്ഞു, മഹാദേവൻ പറഞ്ഞു ദേവേന്ദ്രനോട്, ദേവേന്ദ്ര, കർമ്മഫലം ആരെയും വിടുന്നതല്ല. തെറ്റു ചെയ്യുന്നവൻ എത്ര ഉന്നതന്മാരാണെങ്കിലും ശിക്ഷയിൽ ഇളവ് പ്രതീക്ഷിക്കുക എന്നത് ധർമ്മമല്ല. പൂർവത്തിൽ നമ്മെ അധിക്ഷേപിച്ച് യാഗം നടത്തിയ ദക്ഷന്റെ ക്ഷണമനുസരിച്ച് ആ യാഗവിർഹം കൈക്കൊള്ളുവാൻ അങ്ങും മറ്റുള്ള ദേവന്മാരും സന്നിധരായിരുന്നതിന്റെ തിക്തമായ അനുഭവമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. എന്താ മഹാദേവൻ പറഞ്ഞത്? പൂർവജന്മത്തിൽ നിങ്ങൾ ദക്ഷന്റെ ക്ഷണം സ്വീകരിച്ച് നമ്മെ അപമാനിക്കുന്ന രീതിയിൽ അവിടെയുള്ള യാഗം കൈക്കൊള്ളാൻ പോയതിന്റെ ദുരിതമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത്. കർമ്മഫലം ആരെയും വിടുന്നതല്ല. ദുഃഖിക്കേണ്ട. തെറ്റിന്റെ ശിക്ഷ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് എത്രയും വേഗം മോചനം ലഭിക്കുവാനും ശൂരപത്മാദി അസുരന്മാരെ നിഗ്രഹിക്കുവാനുമായി കുമാരൻ അവതരിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞിട്ട് തേജോമയനായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ അപ്രത്യക്ഷനായി. ശിവാനുഗ്രഹം ലഭിക്കുകയും കുമാരസംഭവ സത്യം ഭഗവാൻ അരുളി ചെയ്യുകയും ചെയ്തുവെങ്കിലും, കുമാരസംഭവം നടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും ആ മഹത് സംഭവം, മഹാദേവന്റെ ആ ഒരു പുത്രൻ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ദേവേന്ദ്രന് സംശയമായി. മഹാദേവൻ പറഞ്ഞത് മനസ്സിലായി, പക്ഷെ ആ കുമാരൻ എപ്പോ വരും എന്നൊരു സംശയമായി. പാർവതി ദേവി ഇങ്ങനെ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനാണെങ്കിലോ മൗനനിഷ്ഠയും പാലിക്കുന്നു. ഒരു സൈഡില് പാർവതി ദേവി തപസ് അനുഷ്ഠിക്കുന്നു, ഒരു സൈഡില് മഹാദേവൻ മൗനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, മറു സൈഡില് ദേവന്മാരെല്ലാം അടിമകൾ. എപ്പോ കുമാരൻ വരുമെന്നറിയാതെ ഒരു സൈഡിൽ സംശയമായിട്ട് ഇന്ദ്രദേവൻ. ഇവരും ഇപ്രകാരം താപസരായി നിൽക്കുമെങ്കിൽ എപ്രകാരമാണ് കുമാരസംഭവം സാക്ഷാത്കരിക്കപ്പെടുന്നത്? മഹാദേവനും ദേവിയും ഇതുപോലെ തപസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണ് കുമാരൻ വരുന്നത്? ശൂരപത്മാസുരാദികൾ എപ്രകാരമാണ് നിഗ്രഹിക്കപ്പെടുന്നത്? തങ്ങളുടെ മനോവേദനകൾക്ക് എന്നാണ് ഒരു അറുതി വരുന്നത്? ശിവശക്തി സംയോഗമില്ലാതെ കുമാരസംഭവമോ? ശിവനും ശക്തിയും ഒന്നു ചേരാതെ കുമാരസംഭവം എപ്പോഴാണ് സാധ്യമാകുന്നത്? ഓർക്കും തോറും ആശയക്കുഴപ്പം കൂടുകയെന്നല്ലാതെ ഒരു മാർഗം കാണുവാൻ ദേവേന്ദ്രന് സാധിക്കുന്നില്ല. ചിന്തയോടുകൂടി വിഷമത്തോടുകൂടി ദേവേന്ദ്രൻ മനോവതി നഗരത്തിലേക്ക് പോയി. ഇന്ദ്രാണിയെ വ്യാഴഭഗവാന്റെ പത്നിയുടെ സംരക്ഷണത്തിൽ നിർത്തിയിട്ട്, വ്യാഴഭഗവാന്റെ ഭാര്യയുടെ സംരക്ഷണത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ദ്രാണിയെ നിർത്തിയിട്ട് ദേവന്മാരുമായിട്ട് നേരെ ബ്രഹ്മലോകത്തിലേക്ക് പോയി. കുമാരസംഭവത്തെക്കുറിച്ച് ശ്രീ പരമേശ്വരൻ പറഞ്ഞ കാര്യമെല്ലാം സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മദേവനെ ദേവേന്ദ്രൻ അറിയിച്ചു. അപ്പൊ ഇന്ദ്രൻ പറയാണ്, നേരെ എവിടെ ചെന്നിട്ട്? ബ്രഹ്മലോകത്ത് ചെന്നിട്ട്, ബ്രഹ്മദേവ, കുമാരസംഭവ കാര്യം ശ്രീ കൈലാസനാഥൻ അരുളി ചെയ്തുവെങ്കിലും എപ്പോൾ, എപ്രകാരം ആ സംഭവം വന്ന് ഭവിക്കുമെന്ന് അരുളി ചെയ്തിട്ടില്ല. എപ്പോഴാണ് കുമാരസംഭവം നടക്കുക എന്ന് അരുളി ചെയ്തിട്ടില്ല. മാത്രമല്ല ശ്രീ പാർവതി പരമേശ്വരന്മാർ തപോനിഷ്ഠ പാലിച്ചു പോരുകയാണ്. പാർവതി ദേവിയും മഹാദേവനും തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഗമം കൂടാതെ സന്താന സൗഭാഗ്യം എപ്രകാരമാണ് കൈവരുന്നത്? നാം അനുദിനം അനുഭവിച്ചു പോരുന്ന ദുരിതങ്ങൾക്ക് എന്നാണ് മോചനം ലഭിക്കുന്നത്?
ഇത് കേട്ടപ്പോ ബ്രഹ്മദേവൻ പറഞ്ഞു, ഇന്ദ്ര, ഹരിയും നാമും കണ്ടറിയുവാൻ കഴിയാത്ത ആദിമത്യാന്ത വിഹീനനാണ് ശ്രീ പരമേശ്വരൻ. എനിക്കോ ഹരിക്കോ മഹാദേവൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പത്മാസര സ്വരൂപൻ സനകാദികുമാരന്മാർക്ക് ചിന്മുദ്ര കാട്ടി മൗനം അവലംബിച്ചു പോരുന്നു എന്നതു തന്നെ ശുഭലക്ഷണമാണ്. എന്താ പറഞ്ഞത് ബ്രഹ്മദേവൻ? ഇന്ദ്ര, ഹരിയും നാമും കണ്ടറിയുവാൻ കഴിയാത്ത ആദിമത്യാന്ത വിഹീനനാണ് ശ്രീ പരമേശ്വരൻ. എനിക്കും ഹരിക്കും ശ്രീ പരമേശ്വരനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ആ പരാത്പര സ്വരൂപൻ, ആ ഒരു പരാത്പര സ്വരൂപൻ സനകാദി കുമാരന്മാർക്ക് ചിന്മുദ്ര കാട്ടിക്കൊണ്ട് മൗനത്തോടുകൂടി ഇരിക്കുകയാണ്. അത് ഒരു ശുഭലക്ഷണമാണ് ഇന്ദ്ര. അനുസരണയില്ലാത്ത പുത്രന്മാരെ ശാസിച്ചും ശിക്ഷിച്ചും സദ്ഗുണ സമ്പന്നരാക്കുന്ന പിതാവിന് തുല്യനാണ് ജഗത് പിതാവ്. അഹങ്കാരം എന്ന തെറ്റ് ചെയ്തിട്ടുള്ള നമ്മെ നമ്മുടെ മാതാപിതാക്കന്മാരായിരിക്കുന്ന ശക്തിയും ശിവനും ശൂരപത്മാസുരൻ എന്ന ആയുധം ഉപയോഗിച്ച് ശിക്ഷിച്ചു പോരുകയാണ്. ഇന്ദ്ര, എനിക്കും ഹരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല മഹാദേവനെ. ഞാനും നിങ്ങളും എല്ലാവരും ചേർന്ന് ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റിന്റെ ഫലം ശൂരപത്മാസുരൻ എന്ന് പറയുന്ന ആയുധം കൊണ്ട് നമ്മുടെ എല്ലാം അച്ഛനായിരിക്കുന്ന ജഗത് പിതാവായിരിക്കുന്ന മഹാദേവൻ നമുക്ക് ശിക്ഷ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം അറിഞ്ഞും വീക്ഷിച്ചും പോരുന്ന ശിവശക്തിമാർ ഒന്നും അറിയാത്ത ഭാവത്തിൽ തപോനിഷ്ഠ പാലിച്ചു പോരുകയാണ്. അവരെല്ലാം അറിയുന്നുണ്ട്, ശിവനും ശക്തിയും. പക്ഷെ അവരൊന്നും അറിയാത്ത ഭാവത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരമ്പൊരുളായിരിക്കുന്ന ദേവന്റെ മൗന ദീക്ഷയുടെ ഉൾപ്പൊരുൾ അറിയാൻ നാം അശക്തരാണ് ഇന്ദ്ര. എന്താ പറഞ്ഞത്? പരമ്പൊരുളായിരിക്കുന്ന ദേവദേവന്റെ മഹാദേവന്റെ മൗന ദീക്ഷയുടെ അദ്ദേഹം അവലംബിക്കുന്ന മൗനത്തിന്റെ ഉള്ളടക്കം, അതിനുള്ളിലിരിക്കുന്ന സത്യം, അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശക്തി നമുക്കില്ല ഇന്ദ്ര. നമുക്ക് വൈകുണ്ഠവാസിയായിരിക്കുന്ന ശ്രീനാരായണനോട് അപേക്ഷിച്ചു നോക്കാം അദ്ദേഹത്തിന്റെ മൗനത്തിന് എന്താണ് ഉത്തരമെന്ന്. ചിന്മയാനന്ദ സ്വരൂപന്റെ അകതാരിലെ, മഹാദേവന്റെ അകതാരിലെ അലംഭാവ കാരണം എന്തെന്നറിയുവാൻ കഴിയാതെ, മഹാദേവന്റെ ഉള്ളിൽ ഇരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാൻ കഴിയാതെ പ്രജാപതിയും സുരപതിയും ദേവന്മാരും ഒന്നിച്ചിട്ട് വൈകുണ്ഠത്തിലേക്ക് പോയി. എന്നിട്ടോ നാരായണനോട് കാര്യങ്ങളെല്ലാം പറയാണ്. ബ്രഹ്മാവ് പറഞ്ഞു, വൈകുണ്ഠവാസ, അസുരന്മാരുടെ അക്രമങ്ങൾ സഹിക്കവയ്യാതെ ഇന്ദ്രാദി ദേവന്മാരും മഹർഷിമാരും അത്യന്തം ക്ലേശിക്കുകയാണ്. ഇന്ദ്രപുരി അഗ്നിക്കിരയാക്കിയ ശൂരപത്മാസുരൻ ഭാനുകോപൻ ഇന്ദ്രകുമാരനായിരിക്കുന്ന ജയന്തനെ കാരാഗ്രഹത്തിൽ അടച്ച് ചിത്രവധം ചെയ്യുകയാണ്. ദയനീയമായ ഈ അവസ്ഥാവിശേഷങ്ങൾക്ക് പരിഹാരമാർഗം ഉപദേശിക്കണ്ടേ? ശ്രീ പരമേശ്വരൻ മൗനമൂർത്തിയായി ചിന്മുദ്രാധാരിയായി പേരാൽ വൃക്ഷച്ചുവട്ടിൽ ഉപവിഷ്ടനായിരിക്കുകയാണ്. ദേവന്മാരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം സിദ്ധിക്കണമെങ്കിൽ കുമാരസംഭവം അത്യന്താപേക്ഷികം തന്നെയാണ്. വഴിമുട്ടി നിൽക്കുന്ന ദേവപ്രശ്നങ്ങൾക്ക് അവിടുന്ന് മാർഗമരുളിയാലും. എന്താ ബ്രഹ്മദേവൻ പറഞ്ഞത്? വൈകുണ്ഠവാസ, അസുരന്മാരുടെ അക്രമങ്ങളൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഇന്ദ്രാദി ദേവന്മാരും മഹർഷിമാരൊക്കെ ഒരുപാട് വിഷമിക്കുന്നു. ഇന്ദ്രപുരിയൊക്കെ അഗ്നി ചുട്ടെരിച്ചു, തീയിട്ട് ചുട്ടെരിച്ചു കളഞ്ഞു. ശൂരപത്മാസുരന്റെ മകനായിരിക്കുന്ന ഭാനുകോപൻ ഇന്ദ്രന്റെ മകനായിരിക്കുന്ന ജയന്തനെ കാരാഗ്രഹത്തിൽ അടച്ചിട്ട് ഒരുപാട് ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ദയനീയമായ ഈ ഒരു അവസ്ഥകളെല്ലാം മാറാൻ ഒരു പരിഹാരം വേണ്ടേ? ശ്രീ പരമേശ്വരനാണെങ്കിൽ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്മുദ്രാധാരിയായിട്ട് ചിന്മുദ്രയും പിടിച്ചുകൊണ്ട് പേരാൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ മഹാദേവൻ ഇരിക്കുകയാണ്. ദേവന്മാരുടെ ഈ സങ്കടങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കിട്ടണമെങ്കിൽ കുമാരസംഭവം നടക്കണം. വഴിമുട്ടി നിൽക്കുന്ന ദേവന്മാരുടെ ഈ പ്രശ്നങ്ങൾക്കൊരു മാർഗം പറഞ്ഞു തന്നാലെന്ന് പറഞ്ഞു ബ്രഹ്മദേവൻ. അപ്പോ ബ്രഹ്മദേവന്റെ ഈ ഒരു ചോദ്യത്തിന് വിഷ്ണു ഭഗവാൻ പറയാണ്, ബ്രഹ്മദേവ, മൗനജ്ഞാനമൂർത്തിയായിരിക്കുന്ന ഇന്ദുചൂടൻ ചിന്മുദ്രാലങ്കൃത ഭാവത്തിൽ ശിവപാദബുദ്ധിയുടെ സാക്ഷാത്കാരം യോഗികൾക്കും ലോകർക്കും ബോധിപ്പിച്ചു പോരുകയാണ്. ആ നിലയ്ക്കിന്
ഈശ്വരന് പാർവതീദേവിയിൽ അഭിനിവേശം ജനിക്കണമെങ്കിൽ ജ്ഞാനം അകലുകയും മോഹം ഉദിക്കുകയും വേണം. അതുകൊണ്ട് മന്മഥനെ നിയോഗിച്ച് അവന്റെ പുഷ്പശരങ്ങളാൽ ശിവചിത്തത്തെ വ്യതിചലിപ്പിക്കുന്നതിന് പ്രേരിപ്പിച്ചു നോക്കുക എന്നത് മാത്രമാണ് കരണീയമായി നമുക്ക് തോന്നുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്താണ്? ബ്രഹ്മദേവ, മൗനജ്ഞാനമൂർത്തിയായിരിക്കുന്ന ഇന്ദുചൂടൻ, അതായത് മൗനത്തോടു കൂടിയിരിക്കുന്ന മഹാദേവൻ ചിന്മുദ്രാലങ്കൃത ഭാവത്തിൽ, ചിന്മുദ്രയും പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഈ ഭാവത്തിൽ ശിവപാദലബ്ധിയുടെ സാക്ഷാത്കാരം, അതായത് മഹാദേവനെ ഭർത്താവായി ലഭിക്കാനുള്ള ആഗ്രഹത്തിന്റെ പൂർണ്ണത ലഭിക്കണമെങ്കിൽ, ആ ഒരു ആഗ്രഹം പൂർത്തിയാവണമെങ്കിൽ യോഗികൾക്കും ലോകർക്കും ബോധിപ്പിച്ചു പോരുകയാണ്. യോഗികളും ഈ ലോകർക്കും ഒക്കെ ബോധ്യം നടത്തുകയാണ്. എന്ത്? ആ നിലയകന്നിട്ട്, ചിന്മുദ്രാഭാവം അകന്നിട്ട് ഈശ്വരന്, മഹാദേവന് പാർവതീ ദേവിയിൽ ഒരു അഭിനിവേശം ഉണ്ടാവണം, അല്ലെ? ചിന്മുദ്രാധാരിയായി കഴിഞ്ഞാൽ യോഗിയുടെ ഒരു ഉയർന്ന നിലയായി. അതിലെന്താണ്? നമുക്ക് യാതൊരുവിധ ഭൗതിക ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ മറ്റേ ശാരീരിക വികാരങ്ങളോ ഉണരില്ല ആ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പൊ അതിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമാണ് മഹാദേവന് ദേവിയോടുള്ള ഒരു ഇഷ്ടം തോന്നുകയുള്ളൂ. അപ്പം ആ ഒരു ചിദംബരത്ത് വൈത്തീശ്വരൻ കോവില്, അപ്പോ പാർവതീ ദേവിയിൽ അങ്ങനെ ഒരു അഭിനിവേശം ഉണ്ടാവണമെങ്കിൽ ജ്ഞാനം അകലണം. അറിവുള്ള ഒരു വ്യക്തി അങ്ങനത്തെ ഒരു അഭിനിവേശം ഉണ്ടാവില്ല. ജ്ഞാനം അകന്നിട്ട് മോഹമുദിക്കണം മനസ്സിൽ മഹാദേവന്റെ. അതുകൊണ്ട് മന്മഥനെ ഉപയോഗിച്ചിട്ട് അവന്റെ പുഷ്പശരങ്ങളാൽ ശിവചിത്തത്തെ, അതായത് മഹാദേവന്റെ മനസ്സിനെ വ്യതിചലിപ്പിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായി എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞു. വിഷ്ണുദേവ ഉപദേശം ശിരസാവഹിച്ച ബ്രഹ്മാദിദേവന്മാർ ശ്രീ പരമശിവന്റെ മൗനാവ്രത ലംഘത്തിന് കാമദേവനെ നിയോഗിക്കാൻ തീരുമാനിച്ചു. കാമദേവനെ വിളിച്ചിട്ട് മഹാദേവന്റെ പുഷ്പബാണം അയച്ചു കഴിഞ്ഞാൽ മഹാദേവന്റെ ജ്ഞാനമകന്ന് മനസ്സിൽ മോഹം ഉദിക്കല്ലോ. അപ്പൊ പാർവതീ ദേവിയോട് ഒരു ഇഷ്ടം വരുമല്ലോ. വിഷ്ണു ഭഗവാൻ ആള് കൊള്ളാം, അദ്ദേഹത്തിന്റെ അടുത്ത് എല്ലാത്തിനുള്ള ആൻസർ ഉണ്ട്. അപ്പോ അതിനു വേണ്ടിയിട്ട് നേരെ എന്ത് ചെയ്തു? കാമദേവനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇവരങ്ങ് തയ്യാറായി. ബ്രഹ്മാദി ദേവാദി ദേവന്മാരും എല്ലാവരും ശരി, ഇനി കാമദേവനെ വിളിച്ചിട്ട് മഹാദേവനിൽ മോഹം ഉദിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ പാർവതീ ദേവിയുടെ തപസ് മഹാദേവനിലേക്ക് അറ്റാച്ച്ഡ് ആവും. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ പ്രണയത്തോടു കൂടി ജീവിതം തുടങ്ങിയാൽ കുമാരസംഭവം യാഥാർത്ഥ്യമാവും. ഇങ്ങനെ വിഷ്ണു ഭഗവാന്റെ ഉപദേശം അനുസരിച്ച് അവര് അതിന് തയ്യാറാവുകയാണ്. ഓക്കെ, ഇനി കാമദേവ ദഹനം, അത് നാളെ. ഇപ്പൊ എല്ലാവരുടെ മനസ്സിൽ എന്തായിരിക്കും? ഓ മാതാജി നാളെ എന്ന് പറഞ്ഞു പോയാൽ ഇനി അടുത്ത ഒരു ബ്രഹ്മയുഗം കഴിഞ്ഞിട്ടായിരിക്കും കാണുകയെന്ന്, അല്ലെ? ഇഷ്ടായോ സ്കന്ദപുരാണം? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ സ്കന്ദപുരാണം? ഇഷ്ടമായോ? നോ കമന്റ്സ്. സ്കന്ദപുരാണം എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ എന്താ പറയാ, സുബ്രഹ്മണ്യ സ്വാമി ജനിക്കുന്നത് മുതൽ പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. അതിന്റെ ഒരു ബേസ്മെന്റോട് കൂടി പറഞ്ഞാലല്ലേ അത് മനസ്സിലാവും. കേൾക്കാൻ രസമുണ്ടോ? കേട്ടിരിക്കാൻ സുഖമുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് നല്ല എന്റർടൈൻമെന്റ് ആണോ? നല്ല ഹാപ്പി ആണോ നിങ്ങൾ ക്ലാസ്സിൽ? ഇഷ്ടമായി? കേട്ടിരിക്കാൻ ഇഷ്ടമുണ്ടോ? അതാ ഞാൻ ചോദിച്ചത്. ഉണ്ട് ഒത്തിരി. എല്ലാരും പോയി കിടന്നുറങ്ങിക്കോ. നാളെ പറഞ്ഞുതരാൻ ബാക്കി. നാളത്തേക്കുള്ള പ്രഭാതമഞ്ജരി എഴുതി വെക്കണം. ഓക്കെ, സ്വസ്ഥമായി സമാധാനമായിട്ട് കിടന്നുറങ്ങും. നാളെ നമ്മുടെ കാമദേവൻ വരും പുഷ്പബാണവുമായിട്ട്. ഉറപ്പായിട്ട് നാളെ എടുത്തരും, ഉറപ്പായിട്ടും എടുത്തരും. ഓക്കെ, നാളെ പറഞ്ഞുതരാൻ ബാക്കി. കാത്തിരിക്കുക, വെയിറ്റ് ചെയ്തിരിക്കുക നാളത്തെ കഥയ്ക്ക്. ഇങ്ങനെ എന്തൊക്കെ കഥകൾ ഉണ്ടെന്നറിയോ? സ്കന്ദപുരാണം, വായുപുരാണം, അഗ്നിപുരാണം, ഗണേശപുരാണം, ഹനുമത് പുരാണം ഞാൻ എടുത്തു തന്നല്ലോ. അങ്ങനെ ഒരുപാട് പുരാണങ്ങളുണ്ട് ഇവിടെ. ആ പുരാണങ്ങളെല്ലാം പറഞ്ഞുതരാം കേട്ടോ. ഓരോരോ പുരാണങ്ങളായിട്ട് പറഞ്ഞുതരാം. ഇഷ്ടം പോലെ പുരാണങ്ങളുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷ്യൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. സൂപ്പർ. താരമാതാജിയുടെ എന്റെ അന്വേഷണം പറയൂ. സൂര്യാമ്മേ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയൂ. ഓക്കെ, ശ്രീകലാ മാതാജി
പ്രാർത്ഥിക്കുന്നുണ്ട്. അമർ, എല്ലാവർക്കും വേണ്ടി. അപ്പം സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക, റിലാക്സ് ആയിട്ട് കിടന്നുറങ്ങാം. നാളെ കാണാം. നാളെ എന്തായാലും ക്ലാസ് ഉണ്ട് കേട്ടോ. നാളെ രാവിലെ എനിക്ക് കുട്ടികളുടെ ക്ലാസ് ഉണ്ടാവും. അത് കഴിയുമ്പോൾ ക്ലാസ് എടുത്തരാം. മാക്സിമം വാസമം ആകുമോ? എന്ത് പ്രീത മാതാജി? മാക്സിമം ഷെയർ ചെയ്യട്ടോ. എനിക്ക് നിങ്ങൾ ഷെയർ ചെയ്യാത്തതിൽ കുറച്ച് സങ്കടവും പരാതിയൊക്കെ ഉണ്ട്. നിങ്ങൾ ഷെയർ ചെയ്തില്ലേ ഞാൻ ഇനി ക്ലാസ് എടുക്കൂല. ആഴ്ചയിൽ ഒരു ക്ലാസ് ആക്കും. ഷെയർ ചെയ്തില്ലെങ്കിൽ ഷെയർ ചെയ്യോ, ഞാൻ ആഴ്ചയിൽ ഒരു ക്ലാസ് ആക്കണം. ഷെയർ ചെയ്യുകയാണെങ്കിൽ ദിവസവും ക്ലാസ് എടുക്കും. ഒരു ദിവസമൊക്കെ ചിലപ്പോൾ ഒന്ന് വിട്ടുപോകും. പിന്നെ ഇവിടെ യാത്രയിലൊക്കെ ആണെങ്കിൽ മാത്രമേ എടുക്കാതിരിക്കൂ. ഇപ്പൊ തീരുമാനിച്ചോ, ഷെയർ ചെയ്യോ ആഴ്ചയിൽ ഒരു ക്ലാസ് ആക്കണം. ഷെയർ ചെയ്യുമെങ്കിൽ ചെയ്യുന്നു പറഞ്ഞ് ഇപ്പൊ മെസ്സേജ് ഇട്ടോ. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ കിച്ചൂട്ടാ തീരുമാനിക്കാലോ, ഷെയർ ചെയ്യോ ഇല്ലേ എന്നുള്ളത്. അല്ലെ ആഴ്ചയിൽ ഒരു ക്ലാസ് ആക്കാം. എന്ത് പറയുന്നു? ഷെയർ ചെയ്യും. ആൻസർ പറയും. ഷെയർ ചെയ്തോളും. ചെയ്യില്ലേ? വേഗം പറ. ഷെയർ ചെയ്യോ മാക്സിമം? യെസ്, രാമചന്ദ്രൻ പ്രഭു ഷെയർ ചെയ്തു. ഓക്കെ, സോറി കേട്ടോ, ഭസ്മാക്കൂന്ന്. ഷെയർ ചെയ്യും, ചെയ്യാം. ഓക്കെ, സൂപ്പർ, ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ മാക്സിമം ഷെയർ ചെയ്യൂ. നമ്മുടെ ഈ കഥകളൊക്കെ എല്ലാവരിലേക്കും എത്തിക്കൂ. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും മാക്സിമം ക്ലാസ് എടുക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ.